കോടാനുകോടി സ്വത്തിന്റെ അവകാശി, തലസ്ഥാനത്തിന്റെ തിലകക്കുറി, ലോകമെമ്പാടും ആരാധകർ. പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമിയെക്കുറിച്ചാണ്. എന്നാൽ ആ ക്ഷേത്രത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്തൊക്കെയാണ്? കഴിഞ്ഞ കുറച്ചു നാളുകളായി ക്ഷേത്രത്തിൽ നിന്നും പല സാധനങ്ങളും വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ വെട്ടിച്ചു കടന്ന് പുറത്തേക്ക് കടക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ശ്രീ പത്മനാഭ സ്വാമിയുടെ വാതിൽ സ്വർണം പൂശുന്നതിനായി ശേഖരിച്ചു വച്ചിരുന്ന സ്വർണം നഷ്ടപ്പെടുന്നു. വൻ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളപ്പോഴാണ് ഇത്തരമൊരു വീഴ്ച. പിന്നീട് നടന്നത് വൻ തിരച്ചിലുകളാണ്. അതിനായി അത്യാധുനിക സംവിധാനങ്ങൾ വരെ ഉപയോഗിച്ചു. എന്നിട്ടും കണ്ടെത്തിയില്ല. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ കുറച്ച് പോലീസുകാർ വന്ന് കാലുകൊണ്ട് തട്ടി നീക്കുമ്പോൾ കാണാതായ സ്വർണം കണ്ടെത്തുന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ് നടക്കുന്നത്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ജീവനക്കാരനും അവിടെ നടക്കുന്ന അനീതിക്കെതിരെ കോടതിയിൽ നിയമപോരാട്ടം നടത്തുന്ന ശ്രീ ബബിലു ശങ്കറാണ് ഇന്ന് കലാകൗമുദിയോടൊപ്പം ചേരുന്നത്. നമസ്കാരം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരു ഭഗവാന്റെ സ്വർണം കാണാതായിരിക്കുകയാണ്. അത് ഉടനെ തന്നെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ പോലീസ് തന്നെ അത് കണ്ടെത്തുകയും ചെയ്തു. ആ സംഭവത്തെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് ആദ്യമായിട്ടുള്ള ഒരു സംഭവമല്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയേണ്ടത്. ഇത് ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഒരു പണ്ട് കാലങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നടന്നുകൊണ്ടാണ് ഒരു ഇൻറ്ററിം കമ്മിറ്റി വരികയും ചെയ്തത്. സുപ്രീം കോടതി നിയമിച്ച് അതിനുശേഷം ഒരു പെർമനൻറ്റ് കമ്മിറ്റിയിലേക്ക് പോയത്. എന്നാൽ ഈ പെർമനൻറ്റ് കമ്മിറ്റി വന്നതിന് ശേഷവും ഈ 2022, 2023 ഈ കാലഘട്ടത്തിൽ, ഈ 24 കാലഘട്ടത്തിൽ വീണ്ടും അതേ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ഏകദേശം 4 മാസത്തിലൊരിക്കൽ കൃത്യമായിട്ട് നടന്നു വരുന്ന ഒരു പ്രതിഭാസമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭഗവാന്റെ നിവേദ്യപാത്രം ഉൾപ്പെടെ പൂജാപാത്രങ്ങൾ, നിവേദ്യപാത്രങ്ങൾ വളരെ വർഷം പഴക്കമുള്ള 600ഉം 700ഉം വർഷം പഴക്കമുള്ള പാത്രങ്ങൾ, അതായത് ഈ നമ്മുടെ നിലവറകളിൽ നിന്ന് വീണ്ടുമുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടതായിട്ടുള്ള കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ അവസാനത്തെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ സ്വർണം നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് കുറേ കാലമായിട്ട്, കുറച്ച് നാളായിട്ട്, ഈ അടുത്ത കാലത്ത് വളരെയേറെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ഒരു സുരക്ഷാ പാളിച്ചയ്ക്ക് അപ്പുറം ഇതിലെ അതോറിറ്റീസിൻ്റെ ഒരു വളരെ മിസ്മാനേജ്മെൻറ്റും ഇത്തരം കാര്യങ്ങൾ ഒരു അന്വേഷണ പരിധിയിലേക്ക് അവർ പോകാനും തയ്യാറായിട്ടില്ല. നോക്കൂ, കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് ഇത്തരം കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കേണ്ട കാര്യം, ഇവിടെ ഒരു വലിയ ഭരണസമിതി ഉള്ളപ്പോൾ എനിക്കൊരിക്കലും ഹൈക്കോടതിയിലേക്ക് പോകേണ്ട യാതൊരു തരത്തിലുള്ള കാര്യങ്ങളുമില്ല. എന്നാൽ ഇവിടെ ഈ കാര്യങ്ങളെല്ലാം ഇത് മാത്രമല്ല, ഒരു താഴികക്കുടം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞാനാണ്. അപ്പോൾ താഴികക്കുടം 9 വർഷമായിട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര താഴികക്കുടമല്ല, നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ താഴികക്കുടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്ഷേത്രത്തിൻ്റെ വരുന്ന ബിഗ് ഷോട്ടുകളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാമ്പത്തികത്തിൻ്റെ കണക്കുകൾ കാണിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് ഇതുപോലെ തന്നെ ഈ സാധനങ്ങൾ നഷ്ടപ്പെട്ടത്, ഇതുപോലുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് വിശ്വസേനൻ്റെ പ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തികം കളക്ട് ചെയ്തിട്ട് അതെന്തുകൊണ്ട് ചെയ്തിട്ടില്ല, ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ് ഞാൻ ഭരണസമിതിയിലേക്ക് കൊടുത്തത്. എന്നാൽ നിർഭാഗ്യവശാൽ ഭരണസമിതി അത്തരം കാര്യത്തിനെ വിലക്കെടുത്തില്ലെന്നുള്ളത് മാത്രമല്ല, എന്നെ ഈ ചോദിച്ച ആളെ പൊടുന്നതിനെ ഡീപ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ മിനിസ്ട്രി സ്റ്റാഫായിട്ട് ഓഫീസിൽ പല തസ്തികയിൽ PRO പോസ്റ്റിൽ ഇരുന്നതാണ്, വിജിലൻസിലുണ്ടായിരുന്നതാണ്, ഞാൻ ഓഡിറ്റിലുണ്ടായിരുന്നു, അതിനുശേഷം സ്വദേശി ദർശൻ പ്രോജക്റ്റിൻ്റെ കോർഡിനേറ്ററായിരുന്നു, അസിസ്റ്റൻറ്റ് മാനേജർ ഫോർ എസ്റ്റേറ്റ്സ് ആയിരുന്നു. അപ്പം ഇത്രയും വിവിധ തസ്തികയിൽ ഞാൻ ഓഫീസിലിരുന്ന എന്നെ വളരെ ഡീപ്രൊമോട്ടഡ് ആയിട്ടുള്ള പോസ്റ്റിൽ ഒരു ക്ഷേത്രത്തിനുള്ളിലേക്ക് സ്റ്റോർ കീപ്പറായിട്ട് ഈ കാരണം ചോദിച്ചുകൊണ്ട് മാത്രം, അല്ലാതെ അവിടെ ഒരു സ്ഥലം മാറ്റുന്നതുകൊണ്ട് അത് എവിടെ പോയാലും ജോലി ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ എങ്ങോട്ട് വേണോ നമ്മളെ സ്ഥലം മാറ്റാനുള്ള അധികാരവും അവർക്കുണ്ട്. അത് അവരുടെ ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് ഭരണസമിതി. എന്നാൽ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എന്നുള്ള നിലയ്ക്കാണ് എന്നെ അത്തരത്തിൽ ഒരു പ്രവർത്തനത്തിലേക്ക് ചെയ്തത്. അപ്പം ഇതെല്ലാം ചോദിച്ചുകൊണ്ട് ഞാൻ
ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു. കാരണം ഇവിടെ എനിക്ക് ജസ്റ്റിസ് ഡിനൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവിടെ പരിപൂർണമായിട്ടും ഇൻജസ്റ്റിസാണ് സംഭവിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഈ നിയമത്തിൻ്റെ പരിപാലനം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് വിശദീകരണം ചോദിച്ചപ്പോൾ അതിൽ ഏറ്റവും അത്ഭുതകരമായി തോന്നിയ 2-3 കാര്യങ്ങൾ. ഇവിടെ ഇതിൻ്റെ ഭരണസമിതിയുടെ ചെയർമാനായിട്ട് ഹെഡ് ചെയ്യുന്നത് ഒരു ജില്ലാ ജഡ്ജിയാണ്. അപ്പോൾ നീതി ഏറ്റവും അധികം നടപ്പിലാക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കാരണം ഒരു ബൃഹത് സംവിധാനത്തിലുള്ള ഒരു അഡ്വൈസറി കമ്മിറ്റിയുണ്ട്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുണ്ട്, ഇതിനൊക്കെ മേളിൽ ഒരു ട്രസ്റ്റിയുണ്ട്. അപ്പം ഇത്രയും വലിയൊരു സംവിധാനമുള്ള സ്ഥലത്ത് ഞാൻ ചോദിച്ച കാര്യങ്ങൾ എൻ്റെ കോടതിയിൽ ഞാൻ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിന് തന്ന മറുപടി പച്ചക്കള്ളം ഇവർ കൊടുത്തു എന്നുള്ളതാണ്. ഇത് ഒരിക്കലും ഒരു നീതിയുടെ തുലാസുമായി പറന്നിറങ്ങി വന്ന് നീതി നടപ്പാലാക്കാൻ നിൽക്കുന്നവർ ഉള്ള സ്ഥലത്ത് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെയും പ്രതിനിധികളുള്ള സ്ഥലമാണ്. തന്ത്രി ഇതിനകത്ത് ഒരു മെമ്പറാണ്, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ മെമ്പറാണ്. ട്രസ്റ്റിയുടെ നോമിനിയുണ്ട്. ഇവരൊക്കെ ഇരിക്കുന്ന സമയത്ത് താഴിയക്കുടത്തിൻ്റെ പൈസ ഞാൻ കൊടുത്തിട്ടില്ല, അങ്ങനെ ടെമ്പിൾ എൻട്രസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് അവർ കൊടുത്തത്. വ്യക്തമായ രേഖകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നെ ടെമ്പിളിൽ നിന്ന് അതോറിറ്റീസ് പറഞ്ഞത് പ്രകാരമാണ് ഞാൻ താഴിയക്കുടത്തിൻ്റെ സ്പോൺസർ ചെയ്യാനായിട്ടുള്ള എനിക്ക് അങ്ങനെ ഒരു മഹാഭാഗ്യം കിട്ടിയത്. എന്നാൽ ടെമ്പിൾ എൻട്രസ്റ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ നിങ്ങളിൽ ചുമതല ഏൽപ്പിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടില്ല എന്നൊരു കള്ളത്തരം പറഞ്ഞു. അപ്പോൾ രേഖകളിൽ നിന്ന് തരംതിരിച്ച് വളരെ തെറ്റായ ഒരു കാര്യമാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇൻവെൻട്രൈസേഷൻ എടുത്ത് നിലവറയിൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന പൂവട്ടക എന്ന് പറഞ്ഞ സാധനം നഷ്ടപ്പെട്ടപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന അതേ സാധനം നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് ഒരു 600 വർഷം പഴക്കമുള്ളൊരു സാധനം നഷ്ടപ്പെടുകയും അത് ഇപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്തു എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടാണ് തോന്നുന്നത്. ഇതാണ് ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ അടുത്ത കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ചില സാധനങ്ങൾ പോകുന്നു, അതിൽ ചില സാധനങ്ങൾ തിരിച്ചു വരുന്നു, തിരിച്ചു വരാത്തതായിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യപ്പെടുന്നു. അത് അങ്ങനെ റീപ്ലേസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാണാതാവുന്ന സാധനം അവർ തന്നെ കണ്ടെത്തിക്കൊണ്ട് വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത് തന്നെയാണോ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടതെന്ന് അവർ നോക്കാറുണ്ടോ? ഇല്ല, അതും ഒരു ഭയങ്കര അതിശയമാണ്. അതാണ് അതിലാണ് തെളിവ്. അതാണ് ഞാൻ പറഞ്ഞത്, നിയമത്തിൻ്റെ ഒരു കാര്യങ്ങളും പാലിക്കപ്പെടുന്നില്ല. നോക്കൂ, ഒരു സ്വകാര്യ ജുവലറി ഷോപ്പിന് ക്ഷേത്രത്തിൻ്റെ നടവരവ് എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രത്തിലുള്ള സ്വർണം എടുത്ത് കൊടുക്കുന്നു. നിങ്ങൾക്കറിയാം, ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊടുത്തിട്ടുണ്ടാകും, തിരുപ്പതിയിലുണ്ടാവാം. അങ്ങനെ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം ചെയ്യേണ്ടത്. അറിയാലോ, ഇപ്പോൾ ഒരു പബ്ലിക് നോട്ടീസ് സെർവ് ചെയ്യണം, അതല്ലെങ്കിൽ ഒരു എൻപാനൽ ലിസ്റ്റ് ഇടണം. ഇത് ഭഗവാന്റെ ആഭരണങ്ങളോ അല്ലെങ്കിൽ ഭഗവാനിലുള്ള അവിടെ സമർപ്പിച്ചിരിക്കുന്ന സാധനങ്ങളോ ആകുമ്പം അതിന് ഏറെ വിലയിടും. ഒരുപാട് ആളുകൾക്ക് അതിൽ വളരെയേറെ താല്പര്യത്തോടുകൂടി കൂടുതൽ വിലയിട്ട്. അപ്പം എങ്ങനെ നോക്കിയാലും ക്ഷേത്രത്തിന് ലാഭമായിട്ട് വരാം. എന്നാൽ ഇവർ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ നഷ്ടത്തോടെ കൊടുക്കുകയും തിരിച്ചു വാങ്ങിച്ചിരിക്കുമ്പോൾ നഷ്ടത്തോടെ വാങ്ങിക്കുകയും എങ്കിൽ മറ്റ് ടെൻഡർ സംവിധാനങ്ങളൊന്നും പാലിക്കപ്പെടാതെ ആണ് ഈ സാധനങ്ങൾ എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നത്. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ അപകടം. എന്നിട്ട് അത് മാത്രമല്ല, ഈ കൊടുത്തിരിക്കുന്നത് നടവരവ് സാധനമെന്ന് പറഞ്ഞു വേണം കൊടുക്കേണ്ടത്. രേഖകൾ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ള രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഓൾഡ് ഗോൾഡ് പർച്ചേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഓൾഡ് ഗോൾഡ്? ഓൾഡ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മാലയാകാം, ഭഗവാന്റെ ശരീരത്തിലുള്ള മോതിരമാകാം, അല്ലെങ്കിൽ ക്ഷേത്രത്തിലുള്ള പഴയ സാധനങ്ങൾ എന്തുമാകാം. അപ്പോൾ അതാണല്ലോ ഈ ക്ഷേത്രത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഈ ക്ഷേത്രം ഇന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമായി ഇരിക്കുന്നത് അവിടെ ഉള്ള തങ്കമോ സ്വർണമോ മാത്രമല്ല, അല്ലെങ്കിൽ മറ്റ് അതിനേക്കാളും ഒക്കെ വിലമതിക്കുന്ന ആൻറ്റിക്കായിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഓൾഡ് ഗോൾഡ് പർച്ചേസ് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ആ നിലയിൽ കൊടുക്കാനായിട്ട് സാധിച്ചത്? ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും പാലിച്ചിട്ടില്ല. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു സാധനം പോയിട്ട് തിരിച്ചു കയറി വരുമ്പോൾ അത് അപ്രൈസ് ചെയ്യുന്നില്ല. അപ്രൈസ് ചെയ്യപ്പെടാതെ ഇതിനെ തിരിച്ച് എടുക്കുകയാണ്. അപ്പം ഹനുമാൻ സ്വാമിയുടെ അവിടുത്തെ ഭഗവാന്റെ രുദ്രാക്ഷമാല പുറത്തു പോന്നു. വെള്ളി കൊണ്ട് കെട്ടിച്ച വളരെ പഴക്കമുള്ളൊരു സാധനമാണ്. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ തെക്കേ നടയിൽ
ചവറുകൂനയിൽ നിന്ന് പൂക്കൾ കൊണ്ടുപേക്ഷിക്കുന്ന അവിടെ നിന്ന് തിരിച്ചു കിട്ടുന്നു. അത് പോയ സാധനം തിരിച്ചു വരാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും. ഒരുപക്ഷെ മോഷ്ടിക്കപ്പെട്ട ആൾ അയാൾക്കിത് കൊണ്ട് പണ്ട് മൃദംഗശൈലീശ്വരിയിൽ നിങ്ങൾക്കറിയാം സ്വർണ്ണമാല എടുത്തുകൊണ്ട് പോയിട്ട് അദ്ദേഹം ഈ മോഷ്ടാവ് തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട് തിരിച്ചെറിയേണ്ടി വന്നൊരു സാഹചര്യം. അപ്പോൾ അത് ആ ക്ഷേത്രത്തിൻ്റെ ആ വൈബ്രൻ്റ് ആയിട്ടുള്ള ആ ഡയറ്റിയുടെ പവർ കൊണ്ട് അത് സംഭവിക്കാം. എന്നാൽ ഇത് തിരിച്ചെടുത്ത് കൊണ്ട് കയറ്റുമ്പോൾ അത് അതേ സ്ഥാപനമാണോ എന്ന് അപ്രൈസ് ചെയ്ത് വേണം കയറ്റേണ്ടത്. ഇത്തരം കാര്യങ്ങളൊന്നും പാലിക്കുന്നില്ല. ഇതാണ്. പിന്നെ ഇന്ന് ഇപ്പോൾ ഇത് കോടതിയുടെ പരിധിയിലൊക്കെ എത്തിക്കൊണ്ടാണ് ഈ പരാതി ഇവർ കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ പരാതി കൊടുത്തിട്ടില്ല. പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു DCP ഇരിക്കുന്ന ഒരു സുരക്ഷാ തലവൻ ഉള്ള ഒരു കൺട്രോൾ റൂം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഇന്നിപ്പോൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന പോലെ അന്വേഷിക്കും. അവർ വ്യക്തമായിട്ട് ഇത് കണ്ടുപിടിക്കും. അപ്പോൾ ഇതൊന്നും അവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിന് പരാതി കൊടുക്കാൻ തയ്യാറ്. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ഈ പരാതിക്കാരന് ഒരു ഇത്രയും വലിയൊരു മഹാക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കളവോ ഇതൊക്കെ ഞാൻ അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ സ്ഥാനത്തിരിക്കുന്ന ആൾ വേണം പരാതിക്കാരനായിട്ട് വേണ്ട. അതോ സെക്ഷൻ ഹെഡാണോ കൊണ്ട് കൊടുക്കുന്നത്? ഇതിൽ ഈ FIRൽ പരാതിക്കാരൻ ആരാണ്? ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഓൺ ബിഹാഫ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അദ്ദേഹം വേണം പരാതി കൊടുക്കേണ്ടത്. എന്നാൽ അദ്ദേഹത്തിന് പകരം സെക്ഷൻ ഹെഡിനെ കൊണ്ടാണ് പരാതി കൊടുത്തത്. അപ്പോൾ എല്ലാത്തിൽ നിന്നും കൈയൊഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തനം ഇത് സംഭവിക്കുന്നത് കഴിഞ്ഞ 3 വർഷമായിട്ടാണ്. മഹേഷ് എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ അവിടെ വന്നതിന് ശേഷം പണ്ട് നാളുകളിൽ നിങ്ങൾക്കറിയാം IAS IPS ഇരുന്ന കസേരയിൽ ഇങ്ങനെ ഒരു തരം താഴ്ന്ന പ്രവർത്തനം ചെയ്യുന്ന ഒരു ഓഫീസർ വന്നിരുന്നതിന് ശേഷമാണ് ചിക്കൻ ബിരിയാണി വിളമ്പിയതാണെങ്കിലും ഉരുളി പോയതാണെങ്കിലും ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ നടക്കുന്നതാണെങ്കിലും ഈ പറഞ്ഞ മറ്റ് സാധനങ്ങളെല്ലാം പോയത് ഇദ്ദേഹം വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഞാൻ കീ പോസ്റ്റുകളിലെല്ലാം ഡെയിലി വേസുകാരെ കുത്തിയിറക്കി. ഈ ഡെയിലി വേസുകാരെ കുത്തിയിറക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു പെർമനൻ്റ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് അദ്ദേഹത്തിന് പല കാര്യങ്ങൾക്കും ഒരു തരത്തിൽ അധികാരത്തിന് മേളിൽ നിന്ന് അവരുടേതായ ഡ്യൂട്ടി കൃത്യമായിട്ടിരിക്കും പാലിക്കുന്നത്. അപ്പോൾ ഇത് നാളെ പെർമനൻ്റ് ആകുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ശരിക്കും അവരെ കഷ്ടപ്പെടുത്തി പണിയെടുത്തിട്ട് ഒരു വിഷയം വരുമ്പം അവരുടെ തലയിലാക്കി കൈയൊഴിയാണ്. ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നു അങ്ങനെയാണ്. ഒരു ഡെയിലി വേഴ്സിൻ്റെ തലയിൽ വെച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം കൈയൊഴിഞ്ഞിട്ട് ആ ഡെയിലി വേഴ്സിൻ്റെ തലയിലോട്ടാണ് ഇതാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പോയിരിക്കുന്ന സ്വർണ്ണത്തിൻ്റെ കസ്റ്റോഡിയൻ ആരാണെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കൂ. അത് അവിടുത്തെ മാനേജറും എക്സിക്യൂട്ടീവ് ഓഫീസറുമാണ്. ഇവർ രണ്ടുപേരും രക്ഷപ്പെട്ടുകൊണ്ട് ഇത് നേരെ ഒരു ഡെയിലി വേഴ്സിൻ്റെ തലയിലോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനമാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളതെന്നാണ് അവിടുത്തെ ഭരണസമിതി തന്നെ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. കമാൻഡോകൾ ഉൾപ്പെടെയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ 13 പവൻ കാണാതാകുമ്പോൾ ഈ ഭാഗത്തെല്ലാം CCTV സംവിധാനങ്ങളില്ലേ? ഇനി അഥവാ അത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ട് ഇത് ചെയ്തതായിരിക്കുമോ? തീർച്ചയായിട്ടും അവിടെ CCTV ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ്. പക്ഷേ അത് വളരെ ഇപ്പോഴും ദുരൂഹമായിട്ട് തന്നെ കിടക്കുകയാണ്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ ആദ്യം മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനത്തിലും ചെക്ക് ചെയ്തു. അതിനുശേഷം ആദ്യം ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ അങ്ങനെ ഒരു പൊറാട്ട് നാടകം സൃഷ്ടിച്ചുകൊണ്ട് അവർ ചെക്ക് ചെയ്തു. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് അവർ എല്ലാ സംവിധാനങ്ങളും ചെക്ക് ചെയ്തു. പിന്നെ അതിനുശേഷം ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് അതും എത്രയോ വന്ന് കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരു 3-5 മിനിറ്റ് കൊണ്ടാണ് പിന്നെ വൈകിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം കിട്ടിയപ്പെട്ടെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ ആധികാരികമായിട്ട് പറയാൻ എനിക്ക് ഒരു ഇതില്ല. അതൊക്കെ വലിയൊരു അന്വേഷണ പരിധിയിൽ വരേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കോടതിയിൽ എൻ്റെ പേരിൽ ഒരുപാട് നടപടിക്രമങ്ങൾ ഞാൻ ഇങ്ങനെ ഒരു കേസുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് എന്നെ വ്യക്തിപരമായിട്ടും എൻ്റെ സർവീസ് ഭാഗത്തും ഒരുപാട് തരത്തിലുള്ള അച്ചടക്കം ഞാൻ ഒരു തരത്തിലുള്ള ഇങ്ങനൊരു കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചതല്ലാതെ എൻ്റെ പേരിൽ അച്ചടക്ക നടപടി എടുക്കാനായിട്ടുള്ള ഒരു തരത്തിലുള്ള കാരണങ്ങളും ക്ഷേത്രത്തിലില്ല. ഇന്ന് ഞാൻ ഹൈക്കോടതിയിലെ വിസിൽ ബ്ലോവറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം വിസിൽ ബ്ലോവറായിട്ട് നിൽക്കുന്ന ഒരാളെ അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് അയാളുടെ പരിരക്ഷ കൊടുക്കേണ്ട കോടതിയാണ്. ഇന്ന് കോടതി അവധിയായിരിക്കുന്നതുകൊണ്ടാണ്. 19-ാം തീയതി കോടതി തുറന്നതിന് ശേഷം ഈ കേസ് വളരെ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ കോടതി കണ്ടെത്തും. കോടതി അതനുസരിച്ചൊരു ജഡ്ജ്മെൻറ്റ് വരുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇത്രയും സുരക്ഷാ വലയങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതെല്ലാം ഭേദിച്ചുകൊണ്ടാണ് ഒറീസയിലുള്ള ഒരു ഭക്തൻ ഇവിടെ വന്നിട്ട് നമ്മുടെ ഭഗവാന്റെ നിവേദ്യ ഉരുളി കൊണ്ടുപോകുന്നു. അതും തിരുവനന്തപുരം വിമാനത്താവളം വഴി കടന്നു കൊണ്ടുപോകുന്നു. ഇത്തരത്തിലുള്ള ഇങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച എപ്പോഴെങ്കിലും ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല.
ഇതിനു മുമ്പൂടെ പറഞ്ഞില്ലേ, ഇതിപ്പോൾ പണ്ട് കാലങ്ങളിലും നഷ്ടപ്പെട്ട നിങ്ങൾ വിനോദ് റോയുടെയും ഗോപാൽ സുബ്രഹ്മണ്യത്തിൻ്റെ റിപ്പോർട്ട്സ് എടുത്ത് നോക്കിയാൽ അറിയാം. അതെന്തുകൊണ്ട് ജഡ്ജ്മെൻറ്റിൽ വന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അവരുടെ വിനോദ് റോയ് സാറിൻ്റെ റിപ്പോർട്ടിനകത്തും വളരെ വ്യക്തമായിട്ട് ഇവിടെ നടന്നിട്ടുള്ള തെഫ്റ്റുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം പക്ഷേ ഇതൊന്നും പിന്നുള്ള സമയത്ത് അത് ഓഡിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നോ ഇതിന് വലിയൊരു അന്വേഷണം വന്നിട്ടില്ല എന്നുള്ളത് വളരെ സത്യമാണ്. ആ അന്വേഷണമാണ് ഒരു വലിയ സംവിധാനത്തിലൊരു അന്വേഷണം വരേണ്ടത് തന്നെയാണ്. ആ അന്വേഷണത്തിലൂടെ മാത്രമേ പല കാര്യങ്ങളും തെളിയുള്ളൂ. ഒരുപക്ഷെ ഈ പറഞ്ഞ സാധനങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ 4 സാധനം പോകുമ്പോഴാണോ ഒന്ന് അറിയുന്നത്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ഇത് പോയിട്ടുള്ളത്, എങ്ങനെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ അറിയണമെങ്കിൽ വലിയൊരു അന്വേഷണത്തിലേക്ക്, ഒരു ബൃഹത് സംവിധാനത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെ പോകണം. എന്നാൽ മാത്രമേ അത് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയും കണ്ടെത്താൻ സാധിക്കാത്ത ഒത്തിരി സാധനങ്ങൾ ഇതേപോലെ പുറത്തു പോയിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും, തീർച്ചയായിട്ടും. വളരെ അതിൽ യാതൊരു തർക്കവുമില്ല. ഇതിൽ ദുരൂഹമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ഇരിക്കുന്ന ആൾക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ആളുകളെ കൊണ്ടാണ് അവിടെ കുത്തി നിറയ്ക്കുന്നത്. അപ്പോൾ അദ്ദേഹം പല സ്ഥലത്തും ഇപ്പം പണിക്കാരെ ഉൾപ്പെടെ പുള്ളിയാണ് അവിടെ ഇപ്പോൾ അവിടുന്ന് ടെൻഡർ ചെയ്യാതെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുക. അപ്പം ഒരുപാട് കാര്യങ്ങൾക്ക് പുള്ളിയുടെ കൈകടത്തലുകൾ നമുക്ക് പലപ്പോഴും ദുരൂഹമായിട്ട് തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അത് ശരിക്കും അതൊരു വലിയൊരു അന്വേഷണത്തിലേക്ക് തന്നെ വരണം. അത് ഇനി ഇതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു പ്രധാന കാര്യമാണ് അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഭൂമി വിസ്തീർണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പുണ്ടായിരുന്ന ഭൂമി വിസ്തീർണം ഇപ്പോൾ ഉണ്ടോ? ഇല്ല. ഇപ്പോൾ എത്ര ഏക്കറിലാണ് ക്ഷേത്രം ഇരിക്കുന്നത്? ഇന്നിപ്പോൾ ക്ഷേത്രം 1.5 ഏക്കറിലാണ് നിൽക്കുന്നത്. ബാക്കിയൊക്കെ ആരുടെ കയ്യിലായിരിക്കാം? അല്ല, അത് അറിയില്ല. അതൊക്കെ പറഞ്ഞില്ലേ, ഇതാണ് പറഞ്ഞത്. ഇതിൻ്റെ അസറ്റ്സ് ആൻഡ് വാല്യുബിൾസ് കാത്തു സൂക്ഷിക്കാനായിട്ടാണ് ഇന്നത്തെ ഈ കമ്മിറ്റിയെ സുപ്രീം കോടതി നിയമിച്ചിട്ടുള്ളത്. നാളെ ബി നിലവറയുടെ കാര്യത്തിലാണെങ്കിലും ഫുൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന ഇവർക്കാണ്. അതും തുറന്ന് പരിശോധിക്കുക എന്നുള്ളൂ. അപ്പം പറയും. നേരത്തെ എസ്റ്റേറ്റ് വിഭാഗത്തിന്റെ മാനേജറായിരുന്ന ആളാണ്. അതെ അതെ. സ്വാഭാവികമായിട്ടും ഇത്തരം ഭൂമിയുടെ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. അല്ല, അധിക നാൾ എന്നെ അതിൽ ഇരുത്തിയില്ല എന്നുള്ളതാണ് സത്യം. അതിൽ അധിക നാൾ ഇരുത്തിയില്ല. ഏതാണ്ട് ഞാൻ വളരെ തീർച്ചയായിട്ടും ആർക്കിയോളജിയിൽ ഞാൻ പോയിട്ട് കണ്ടെത്തു പോവുകയും ശ്രീഭണ്ഡാരഭൂമിയും പണ്ടാരഭൂമിയും തരംതിരിച്ച് കണ്ട് അതിന് നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ടില്ലാതെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് ക്ഷേത്രത്തിലെ ഇന്നും ഇപ്പോഴും നിങ്ങൾ ഒരുപക്ഷെ ഫോർട്ട് വില്ലേജ് ഓഫീസറിനെ വിളിക്കുകയോ ഫോർട്ട് വില്ലേജ് ഓഫീസിലോ പോയാൽ ഇപ്പോഴും അവിടെ നടക്കുന്ന ഭൂമാഫിയയിൽ ഇനിയും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എൻ്റെ ലെറ്റർ സഹിതമായ രജിസ്റ്ററിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ പ്രത്യേക ഇൻറ്റിമേഷൻ അവർക്ക് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇന്നും ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് വില്ലേജ് ഓഫീസറിന് വ്യക്തമായിട്ട് അറിയാം. ഞാൻ അതനുസരിച്ച് ലെറ്റർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മുഖ്യമന്ത്രിക്കും മറ്റുള്ളവർക്കും എല്ലാം ഇത്തരം കാര്യങ്ങൾ പരാതിയിൽ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പത്മനാഭസ്വാമിയുടെ വസ്തുക്കൾ മറ്റുള്ളവരുടെ കയ്യിലായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രത്യേകം പട്ടയം കിട്ടിയിട്ടുണ്ടായിരിക്കില്ലേ? അതൊക്കെ പട്ടയം കൊടുത്ത് മാറ്റിക്കാണുമല്ലോ. അതിനാണല്ലോ ഇതുപോലുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർമാരെ പോസ്റ്റ് ചെയ്യുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നൊരു പദവിയിൽ റവന്യൂയുടെ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരാൾ ഇരുന്ന് ഒരു IAS ഇരുന്നാൽ ഒരിക്കലും ഇത് സംഭവിക്കില്ല. ഒരു IAS കാറ്റഗറിയിൽ ഇരിക്കുന്ന ഒരാൾ ആ ക്ഷേത്രത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ വില്ലേജ് ഓഫീസിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്നത് നിങ്ങളുടെ ഈ പ്രോപ്പർട്ടി ക്ഷേത്രത്തിൻ്റെ ആണോ എന്ന് ചോദിക്കുമ്പം ക്ഷേത്രത്തിൻ്റെ ആണ് എന്ന് പറയാൻ ചങ്കുറപ്പുള്ള ഒരാളിരിക്കാതെ ഇത് ക്ഷേത്രത്തിൻ്റെ അല്ല എന്ന് പറയുന്ന ഒരു ഓഫീസർ കീഴ്പ്പെട്ടവനായിട്ട് നിൽക്കുന്നവനുണ്ടെങ്കിൽ അത് പിന്നെ കരമടയ്ക്കാൻ വേറെ ആളുകൾ വരും. ആ വസ്തു അതുവഴി പോകും. ഇതാണ് എൻ്റെ സത്യം. ഇത്തരം നഗ്നമായ സത്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞത് തന്നെയാണ് എൻ്റെ പേരിലുണ്ടായിട്ടുള്ള ഏറ്റവും അധികം അലിഗേഷൻസ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ മുഖം നോക്കാതെ ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പം ഈ പ്രശ്നങ്ങൾ ഒരുപാട് ആളുകൾ ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുന്നു. പല സംഘടനകളും പല ആളുകളും സംസാരിക്കുന്നു. ഞാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു. എന്നെ എല്ലാവരും ഈ പറയുന്ന ഒരുപോലെ നിന്നിട്ട്, കാരണം അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നവരെല്ലാം ഉയർന്ന തസ്തികയിലുള്ള ഉയർന്ന ആളുകളാണ്. അപ്പോൾ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ഒരു തരത്തിലും എനിക്ക് മുന്നോട്ട് ഞാൻ സത്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഭഗവാനും വൈകാരികമായ ആ ബന്ധം വെച്ചിട്ട് ഞാൻ ഈ ക്ഷേത്രത്തിന് വേണ്ടി നിലനിൽക്കാൻ വേണ്ടി മാത്രം നിലനിർത്താനും ആ ക്ഷേത്രമാണ് ഒരു കിണറ്റിൽ നിന്നാണ് എല്ലാവരും വെള്ളം കോരുന്നത്. അപ്പം ഇതൊരു വലിയൊരു സംവിധാനമാണ്. അപ്പോൾ ഈ ക്ഷേത്രം ഒരുപക്ഷെ ഇത് കർണാടകയിലോ ആന്ധ്രയിലോ കർണാടകയിലോ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യത്വം എന്തുമാത്രമുണ്ട്. നമ്മളിവിടുന്ന് കെട്ടി ശ്രീ പത്മനാഭ എന്ന് വിളിച്ചുകൊണ്ട് ഒരുപക്ഷെ അവിടെ പോകുമായിരുന്നു. ഇത് എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ഇവിടെ ഇങ്ങനെ ഇത് ഒരിക്കലും ശ്രീകണ്ഠേശ്വരവും പിന്നെ ഗണപതി കോവിലും ആറ്റുകാൽ അമ്പലത്തിനോടൊപ്പം ചേർന്നിരിക്കുന്ന ഒരു ക്ഷേത്രമല്ല. ഇതൊരു ദിവ്യക്ഷേത്രമാണ്.
ഇതൊരു മഹാക്ഷേത്രമാണ്. ഇതിൽ ഈ 12,000 സാലഗ്രാമം, ഞാൻ എന്തുകൊണ്ടാണ് ഈ ചിക്കൻ ബിരിയാണിയുടെ കേസിൽ ഞാൻ ഇത്രയും ശക്തമായി നിന്നത്? അതിൽ ഈ കൂടുതൽ ആക്രമിക്കപ്പെട്ട ആളാരാണ്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ക്ഷേത്രത്തിനെ അപകീർത്തിപ്പെടുത്താനായിട്ടാണോ ഈ ചിക്കൻ ബിരിയാണി അവിടെ സെർവ് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞത്? അത് ചെയ്യാൻ പാടില്ല എന്ന് തലേ ദിവസം അവിടെ ഒരു സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അറിയിച്ചതാണ്. എന്നാൽ ഏറ്റവും ദാർഷ്ട്യതയുള്ള ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ അതങ്ങനെ ചെയ്യാം, അത് ഓഫീസാണെന്ന് പറഞ്ഞാൽ അത് ക്ഷേത്രത്തിനോട് ചേർന്നിരിക്കുന്ന ഉത്സവമഠം ബിൽഡിങ് ഓഫീസാണോ, അതെന്ത് പർപ്പസിന് യൂസ് ചെയ്യുന്നതാണെന്ന് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ചെയ്തത്. അതിനുശേഷം ഈ പറഞ്ഞ ജീവനക്കാർ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ പറഞ്ഞ അതിലും ഒരു പാവപ്പെട്ട ഡെയിലി വേസുകാരനാണ് അതിലും ശരിക്കും പറഞ്ഞാൽ ബലിയാടായി പുറത്തായത്. അപ്പം ഇതെല്ലാം ഏതെങ്കിലും കാര്യങ്ങളിട്ട് അടുക്കുന്ന സമയത്ത് ഒരു ഡെയിലി വേഴ്സിൻ്റെ തലയിൽ വെച്ചിട്ട് പോയി ഒരു പെർമനൻ്റ് ഉദ്യോഗസ്ഥനെ പറഞ്ഞ് വിടാനായിട്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുടെ എത്തിച്ചാൽ അവനൊരു പക്ഷേ തിരിച്ച് പ്രതികരിക്കും, അല്ലെങ്കിൽ അവനൊരു സംഘടന ഉണ്ടാവും. അവിടെ വേറെ ഒരുപാട് തരത്തിലുള്ള ഇപ്പോൾ ഡെയിലി വേഴ്സ് തന്നെ. അപ്പം നാൾക്ക് നാൾ കുറച്ച് ഡെയിലി വേഴ്സുകാരെ എടുക്കുക, അവരെ കൊണ്ട് കീ പോസ്റ്റ്, എന്നിട്ട് ഡെയിലി വേഴ്സ് ഇപ്പം നോക്കൂ 90-95ഓളം വരുന്ന പെർമനൻ്റ് ഉദ്യോഗസ്ഥർ, പെർമനൻ്റ് ആയിട്ടുള്ള ജീവനക്കാർ, ഉദ്യോഗസ്ഥരുടെ ജീവനക്കാർ, 105-110ഓളം വരുന്ന ഡെയിലി വേജസുകാർ. ബാക്കി ഡെയിലി വേജസുകാരെ പ്രധാന തസ്തികയിലിടുക, കോൺട്രാക്റ്റിലുള്ള ഇദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളുകളെ കീ പോസ്റ്റുകൾ നിയമിക്കുക. വിജിലൻസ് ഓഫീസറായിട്ട് വെച്ചിരുന്നത് ഇദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ഏത് തസ്തികയാണ് എടുത്തോളൂ, ഗാർഡ് കമാൻഡർ, SFO, ഈ ഫിനാൻസ് ഓഫീസർ, ഈ പറയുന്നവരെല്ലാവരും കോൺട്രാക്ട് ബേസ്. അപ്പോൾ ഇത് എളുപ്പമാണ്. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഇദ്ദേഹത്തിന് ഒരു വളരെ വലിയൊരു പവർ സെൻ്ററാക്കി മാറ്റാം. ഭരണസമിതിക്ക് അപ്പുറം വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാക്കി വെക്കാം. ഇനി ചോദ്യം ചോദിക്കുന്നവർക്ക് എൻ്റെ അവസ്ഥയാണ്, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എൻ്റെ മാനസികതയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഏത് തരത്തിലാണെങ്കിലും ക്ഷേത്രത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും എന്നെ തടയിടാനുള്ള ശ്രമമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ക്ഷേത്ര ഉദ്യോഗസ്ഥനോ ജീവനക്കാരനോ അല്ലെങ്കിൽ ആദ്യം തൊട്ടേ ക്ഷേത്രത്തിൻ്റെ ഭക്തനാണ്. എൻ്റെ അച്ഛൻ അവിടെ ജോലി ചെയ്തതാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ ഭക്തൻ കഴിഞ്ഞിട്ട് 10-15 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ഷേത്രത്തിൻ്റെ ജീവനക്കാരനാകുന്നു, അതിനുശേഷം ഉദ്യോഗസ്ഥനാകുന്നു. അപ്പം നമ്മൾ നിൽക്കുന്ന ഒരേ സ്ഥലത്ത് തന്നെയാണ് അന്നും ഇന്നും നിൽക്കുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ജീവനക്കാരനാകുമ്പോഴും സംസാരിച്ചിട്ടുണ്ട്, ക്ഷേത്രത്തിൻ്റെ ഭക്തനായിരുന്നപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇന്നും ആ പഴയ നിലയിൽ നിന്ന് കാര്യങ്ങൾ പറയണം, അന്നും ഇന്നും കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വായടപ്പിക്കാനാണ് ശ്രമമെങ്കിൽ എല്ലാ സത്യങ്ങളും പുറത്തു വരും. പക്ഷേ എല്ലാ സത്യങ്ങളും പറയാനുള്ള പ്ലാറ്റ്ഫോം എനിക്കില്ലായിരുന്നു. എന്നാൽ ഭഗവാൻ പ്ലാറ്റ്ഫോം ഇന്ന് ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത്. ശ്രീ പത്മനാഭസ്വാമി എന്തൊക്കെയോ പറയാനായിട്ട് പല തെളിവുകളും ഇതും തരികയാണ്. ഭഗവാൻ ഇറങ്ങി നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം ഭഗവാൻ പറയിപ്പിക്കാനായിട്ട് കുറേ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു തരികയാണ്. വീണ്ടും മാധ്യമങ്ങളെ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല? മാധ്യമങ്ങൾ അങ്ങോട്ട് അടുക്കുന്നില്ല. മാധ്യമങ്ങളെയും സംഘടനകളെയും ജീവനക്കാരെയും പൊതുജനങ്ങളെയും സുപ്രീം കോടതിയുടെയും അല്ലെങ്കിൽ ജഡ്ജിമാരുടെയും അല്ലെങ്കിൽ പോലീസിൻ്റെയും കാര്യം പറഞ്ഞാണ് ഭയപ്പെടുത്തുന്നത്. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സുപ്രീം കോടതി ഒരു പ്രത്യേക വിധി പറഞ്ഞിട്ട് കൈയൊഴിഞ്ഞിട്ട് അവർ പോവുകയാണ് ചെയ്തത്. ഇതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവരിതിനകത്ത് ചെയ്യാതെ ഇവരിങ്ങനൊരു ഓഫീസറിനെ വെച്ചിട്ട് ഇവരെല്ലാവരും ചില ആളുകൾക്ക് കീഴ്പ്പെട്ടവരായിട്ട് നിന്നിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ നിന്ന് പറയുന്ന കാര്യങ്ങളും എനിക്ക് നാളെ ഇത് വളരെ വലിയ തിരിച്ചൊരു അസ്ത്രമായിട്ട് തന്നെ എനിക്ക് വരുമായിരിക്കും. എങ്കിലും എന്ത് സംഭവിച്ചാലും കുറേ സത്യങ്ങൾ പറഞ്ഞു പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ. അല്ലെങ്കിൽ ശരിക്കും എല്ലാവരുടെ മുമ്പിലും ഞാനൊരു വെറുക്കപ്പെട്ടവനായിട്ട് തന്നെ വരികയാണ്. അത് പത്മനാഭസ്വാമിയുടെ കാര്യം പറഞ്ഞ് വെറുക്കപ്പെട്ടവനാണെങ്കിൽ അതിലൂടെ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. അതങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെന്നതിന് കാര്യം ശ്രീ പത്മനാഭസ്വാമി ശരങ്ങളെല്ലാം പൂമാലകളാക്കി തരുമെന്നുള്ള ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സത്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. രാജകുടുംബത്തിൻ്റെ ഇടപെടൽ എങ്ങനെയാണ്? അത് രാജകുടുംബം ശരിക്കും പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ ഒരു നിലപാട് എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇതിനകത്ത് ഒരു പ്രതിനിധിയെ വരുന്നുള്ളൂ രാജകുടുംബത്തിൻ്റെ അല്ലാതെ മറ്റ് കാര്യങ്ങൾ വരുന്നില്ലല്ലോ. ഒരു പ്രതിനിധി മാത്രമാണ്, ട്രസ്റ്റിയുടെ ഒരു നോമിനി എന്ന് പറഞ്ഞിട്ട് ഒരാൾ മാത്രമേ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം മറ്റുള്ള ആളുകളാണ്. അപ്പം അതിനകത്തുള്ള അവരൊക്കെ അത്രയും സേ ഉള്ള ആളുകളാണ്. അവർക്ക് ഒക്കെ ഈ കമ്മിറ്റിയിലും ഇതിനൊക്കെ മേളിൽ സേ ഉള്ള ആളുകളാണ്. ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനാണ്. കാരണം അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ അവസാനത്തെ വഴി കേൾക്കേണ്ടി വരുന്നതും അല്ലെങ്കിൽ ഇതെല്ലാം കൊണ്ടെത്തുന്നതും അങ്ങോട്ട് തന്നെയാണ്. അപ്പോൾ ശരിക്കും വലിയ ഇടപെടലുകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇതൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ അവരുടെ സംവിധാനത്തിൽ വെച്ചിട്ട് അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കൊണ്ടുപോകാമായിരുന്നു.
VS അച്യുതാനന്ദ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞൊരു പ്രധാന ഒരു ആരോപണമുണ്ട് കൊട്ടാരത്തിനെ ആരോപിച്ചിട്ട്. പത്മനാഭന്റെ വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊട്ടാരത്തിലേക്ക് കടത്തപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു സംഭവം എന്താണ് താങ്കൾ? അതെനിക്കറിയില്ല. അദ്ദേഹം ഏതെങ്കിലും ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് പ്രകാരമായിരിക്കും പറഞ്ഞത്. അതൊരു ലേമാൻ എന്നുള്ള നിലയ്ക്ക്, സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം അധികാരിയുമായിട്ടാണ് സംസാരിച്ചത്. ആ അധികാരിയായിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ മറ്റ് രേഖകളുണ്ടായിരിക്കാം, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പറയാം. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കൊരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ബി നിലവറ തുറക്കരുതെന്നാണ് പല അന്ന് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം എല്ലാ അലറുകളും തുറന്ന് മൂല്യനിർണ്ണയം നടത്തണം എന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ബി നിലവറ തുറക്കാൻ പാടില്ല എന്ന് പറയുന്നത്? പണ്ട് കാലങ്ങളിൽ ബി നിലവറ തുറന്നിട്ടില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അത് എതിർക്കപ്പെടുന്നത്? അത് വളരെ അതാണ് പറഞ്ഞത്, അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിനോദ് റോയ് സാറിൻ്റെ റിപ്പോർട്ടിലുമൊക്കെ ഇത് തുറന്നിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവിടുന്ന് സാധനങ്ങൾ പോയിട്ട് പറയുന്നുണ്ട്. എനിക്ക് അത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്, ഞാനല്ല ഇത് പറഞ്ഞത്. വിനോദ് റോയ് സാറിൻ്റെ റിപ്പോർട്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഗോപാൽ സാർ, പക്ഷേ ഇതൊന്നും പരിഗണനയിൽ എടുത്തിട്ടില്ല. കേസ് നടന്ന സമയത്ത് അതിലൊക്കെ വേറെ എന്ത് ഇടപെടലുകളാണെന്ന് അറിയില്ല, അതൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇന്നത് തുറക്കല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇവിടെ എന്തുണ്ടെങ്കിലും അതെല്ലാം നോക്കി ഇൻവെൻറ്ററൈസേഷൻ എടുത്ത് കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ മാത്രമേ ഏത് സാധനം പോയി എങ്ങനെ പോവും അതിന് എത്ര കണക്കുണ്ട് എന്നറിയാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ അന്ധവിശ്വാസത്തിൻ്റെ മാർഗത്തിലൂടെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ലെന്നതിനാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെ തന്നെയാണ് കണക്കാക്കുന്നത്. അതിനുള്ള പവർ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് ബി നിലവറ തുറക്കാനുള്ള ഡിസ്ക്രിപ്ഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ജഡ്ജ്മെൻ്റ് എടുത്ത് വായിച്ചു നോക്കും, അതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിനുള്ള ധൈര്യം അവർ കാണിക്കില്ല. അതൊക്കെ വേറെ ചില ആളുകളെ പോഷപ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള ഒരു കൺവെർസേഷനോ താല്പര്യമില്ലാത്തതുകൊണ്ടോ അവർ ചെയ്യാത്തായിരിക്കും. ഈ നിലവറയിൽ നിന്ന് സ്വർണം പുറത്തേക്ക് പോയിട്ടുണ്ടാകുന്നു പണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് റിപ്പോർട്ടിൽ കിടക്കുന്നത്. അങ്ങനെയാണ് പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഞാൻ കണ്ടതുമാണ്. അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറയുക. 1988-ലും 92-ലും ഇടയ്ക്ക് 9 പ്രാവശ്യം തുറന്നിട്ടുണ്ട്. തുറന്ന സമയത്ത് ഈ ഇത്രയും സാധനങ്ങൾ പോയിട്ടുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ആ ജഡ്ജ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. എവിടേക്കാണ് സ്വർണം പോയത്? അല്ല, അതാണ് പറഞ്ഞത്. അത് നമുക്ക് ഒരിക്കലും അറിയില്ലല്ലോ. ഞാൻ ആ സമയത്ത് ശരിക്കും അപ്പോൾ എനിക്കത് ഒരിക്കലും പറയാൻ പറ്റില്ല. പോയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടാണ്. അത് പരിഗണനയിൽ എടുക്കേണ്ട കോടതിയായിരുന്നു. കോടതി ആ കാര്യം എടുത്തില്ലല്ലോ. ഇപ്പോൾ ഏറ്റവും അടുത്ത് നടന്ന വീണ്ടും ഒരു കാര്യം എടുത്തുണ്ട്. ആ മാല മോഷണത്തിൻ്റെ ബന്ധപ്പെട്ട് ഈ മാലമോഷണം കണ്ടുപിടിക്കുന്നത് മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങളിലൂടെ പരിശോധന നടന്നതിന് ശേഷം സാധാ പോലീസുകാർ കാലുകൊണ്ട് തട്ടിയപ്പോൾ കണ്ടുകിട്ടി എന്ന് പറയുന്നത് വിശ്വസനീയമാണ്? ഇത് മാലയല്ല പോയിരിക്കുന്നത്, സ്വർണം. സ്വർണം. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത് ഗർഭഗൃഹത്തിലെ കതവിൻ്റെ പണിയായിട്ട് ബന്ധപ്പെട്ട് അതിൽ നിന്ന് ഇളകി വീണ് ഇളകി അതിൽ നിന്ന് എടുത്ത് മാറ്റിയത് ഉരുക്കി അത് റോഡാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. ഉരുക്കി ഷീറ്റാക്കി അതിന് റോഡാക്കിയാണ്. ആ റോഡിലാണ് പോയത്. അപ്പം മാലയാണെങ്കിൽ ഒരുപക്ഷെ നഷ്ടപ്പെട്ടെന്ന് നിൽക്കുക. ഈ റോഡായി കിടക്കുന്ന സാധനങ്ങൾ ഇത് പൊതിഞ്ഞു കൊണ്ടുപോയ സ്ഥാനത്ത് നിന്ന് പോയത് ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് ഇന്നീ പറഞ്ഞിരിക്കുന്ന ആളെയൊക്കെ മറവെച്ചുകൊണ്ട് വേറെ ഏതോ തരത്തിൽ ഇത് സംഭവിച്ചതാണ്. ഇത് വലിയൊരു അന്വേഷണത്തിൽ പോയാലേ പറ്റുള്ളൂ. ഇതൊരു ഡെയിലി വേഴ്സിൻ്റെ തലയിൽ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ ഒരു ചെറിയൊരു രീതിയിൽ ഇത് അന്വേഷണം വരേണ്ട കാര്യമല്ല. ഞാൻ അക്കാര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്നത്. കോടതിയോട് ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് പോട്ടെ. ഒരുപക്ഷെ ഞാൻ കൊടുത്തിരിക്കുന്ന കേസിന് എനിക്കിതെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്ന കുറേ രേഖകൾ തന്നെയാണ്. അപ്പോൾ അതിലൂടെ കോടതിയുടെ ഒരു നിശ്ചയപ്രകാരം വലിയൊരു അന്വേഷണം വരികയാണെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ, ഇത് മാത്രമല്ലോ സംശയാസ്പദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കിടക്കുകയില്ലേ, ഇത് മാത്രമല്ലല്ലോ ഇത് ഇങ്ങനെ സംഭവിച്ചു. ഇതേ സാധനം ഇതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ പോയിട്ടുണ്ട്. പണ്ട് പോയിട്ടുള്ളൊരു വെള്ളിക്കണ്ണത്തിൻ്റെ കൂടെ എന്ത് പോയെന്ന് ഇവർ പരിശോധിച്ചോ? ഇത് തിരിച്ചു കൊണ്ടുവന്ന വഴി എങ്ങനെയാണ് കൊണ്ടുവന്നത്? തിരിച്ച് ഏത് രീതിയിലാണ് കൊണ്ടുവന്നത്? ഒരു സാധനം എങ്ങനെയാണ് നടന്നു പോകുന്നത്? ഇത്രയും വലിയ സെക്യൂരിറ്റി. അങ്ങനെയാണെങ്കിൽ പിന്നെ 3:15 വരുന്ന ബ്രാഹ്മിൺസിനെ തടയാതിരിക്കുക. കാരണം അവിടെ തന്നെ കളിച്ച് വളർന്ന് അവിടെ അത് ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് തന്നെയുള്ള തെരുവുകളിലുള്ള ആളുകൾക്ക് ഇന്ന് ഒരുപക്ഷെ അവിടെ വന്ന് സമാധാനമായിട്ട് വന്ന് സഹസ്രനാമ ജപിച്ച് നടന്നു പോകാൻ പറ്റുന്ന ഇതില്ല. അല്ല, അവരെ മാറ്റി നിർത്തില്ല. അവർക്കാണ് ഈ സുരക്ഷ കൊണ്ട് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഒരു ബിഗ് ഷോട്ടിനെ സംബന്ധിച്ചും ഒരു സെലിബ്രിറ്റിയെ സംബന്ധിച്ചും അല്ലെ വേറില്ലേ ഈ വടക്കേതര ദർശനം വെച്ചിരിക്കുന്നത് ഏറ്റവും തെറ്റായ ഒരു ദർശനമാണ് അത് വെച്ചിരിക്കുന്നത്. ഏതാചാരത്തിൻ്റെ പേര് പറഞ്ഞ് എങ്ങനെയാണെങ്കിലും പണ്ടുള്ള എല്ലാ കാര്യങ്ങളും നിലവിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ? പഴയ കാര്യങ്ങളിൽ പലത് ഇന്നത്തെ സൗകര്യം ഇന്നത്തെ കാര്യങ്ങളും നരസിംഹസ്വാമി നിങ്ങൾ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കൂ. നരസിംഹസ്വാമി മുമ്പിലും ശ്രീ പത്മനാഭസ്വാമി രണ്ടാമതും മൂന്നാമത് ഇരിക്കുന്നതാണ് തിരുവമ്പാടി.
ആ നിലയിലുള്ള ദർശനത്തിലായിരുന്നു, അങ്ങനെയാണ് തൊഴുതുകൊണ്ടിരുന്നതെന്നുള്ളതിനേക്കാൾ ഇന്ന് അതാണ് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു ദർശനം. ആ ദർശനത്തിന് ഇപ്പോൾ വടക്ക് വെച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ആ വടക്ക് വെച്ചിട്ട് ഇവർക്ക് നടത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ കുറേ പേര് വടക്കൂടെ കയറും, കുറേ പേര് തെക്കൂടെ കയറും, അങ്ങനെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു VIP വന്നു കഴിഞ്ഞാൽ അയാൾ ഏത് വഴിയാണ് കയറുന്നത്? മറ്റുള്ളവർക്ക് അപ്പോൾ അങ്ങനെ ഒരു ക്ഷേത്രത്തിലൊരു സംവിധാനം വെച്ചാൽ അതിന് രണ്ട് ജാതിപ്പെടുന്ന അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ഒരു ഒരു ദർശനം അവിടെ വെക്കരുത്. ഒരു രീതി അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ രീതിക്കൊത്ത് തന്നെ ആയിരിക്കണം അവിടെ പോകേണ്ടത്. മഴ നനഞ്ഞ് വെളുപ്പിനെ 3:15 കുട്ടികളുമായിട്ട് കൈക്കുഞ്ഞുമായിട്ട് വന്ന് നിൽക്കുന്നവർ 4:15 നനഞ്ഞ് തന്നെ കയറണം എന്ന് പറയുന്നതിന് അതെന്തർത്ഥമാണ്? ബാക്കി കുറേ പേര് നനയാതെ കയറുന്നവർ എന്തർത്ഥമുള്ളത്? അത് തന്നെ ഇതിനേക്കാൾ നല്ലത് സൗകര്യപ്രദമായിട്ട് അവർക്കൊരു ദർശനം കൊടുത്താൽ പോരെ. വേർതിരിവുണ്ട് ക്ഷേത്രത്തിൽ, വേർതിരിവുണ്ട് ക്ഷേത്രത്തിൽ, വേർതിരിവുണ്ട്. അതിൽ പേരുകളൊന്നും എടുത്തു പറയാൻ പറ്റും. ഇവിടുത്തെ വലിയ കുറേ ആളുകളുണ്ട്, അവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഏത് രീതിയിൽ വേണോ എങ്ങനെ വേണോ തൊഴാം. ജാതീയമായ വേർതിരിവുണ്ട്. ജാതീയമായ വേർതിരിവല്ല, അവിടെ ബിഗ് ഷോട്ടുകളുടെ പണക്കാരനാണെങ്കിൽ അതെ അതെ, ഭഗവാൻ പോലും അങ്ങനല്ലേ. ദരിദ്രനായിരുന്ന സമയത്ത് ഈ പറഞ്ഞ ആളുകളൊക്കെ അവിടെ പോയിരുന്നു. ഭഗവാൻ പോലും ധനികനായതിനു ശേഷമല്ലേ ഈ ബഹളവും ഈ ഇതുമൊക്കെ ഉണ്ടായത്. ഇതിനു മുമ്പ് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. അന്നൊന്നും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. പക്ഷേ ഭഗവാൻ തന്നെയാണ് തീരുമാനിച്ചത്, ഞാൻ ധനികനാണെന്ന് കാണിച്ചു കൊടുക്കാം, എന്നാലല്ലേ ഇവിടെ CCTV വരുള്ളൂ, എന്നാലല്ലേ ഇവിടെ കൺട്രോൾ റൂം വരുള്ളൂ, ഇത്രയും പോലീസുകാർ വരുള്ളൂ, ഇത്രയും CA മാർ വരുള്ളൂ, SI മാർ വരുള്ളൂ. വരട്ടെ. കാരണം എന്തൊക്കെയോ വൃത്തികേടുകൾ നടന്നപ്പോൾ ആ വൃത്തികേടുകളെ എല്ലാം ശമിപ്പിക്കാനായിട്ട് ഇതൊരു ദുർഘട പരിപാടശാലയായിട്ടാണ് നമുക്ക് കാണേണ്ടത്. എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നും ഇപ്പം ഭഗവാൻ കുറേ കാര്യങ്ങൾ തെളിയിക്കാനായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും പൊതുസമൂഹത്തിലേക്ക് കാണിക്കുന്നത്. നിങ്ങൾ മാധ്യമങ്ങൾ അടുക്കില്ല. പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് കയറുമ്പോൾ മാറിയിരിക്കുകയാണ്. എന്താ കാരണമെന്നറിയില്ല. ആരുടെയെങ്കിലും വലിയ ആളുകളുടെ മുഖം കണ്ടിട്ടാണോ, അതോ ഇനി മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടാണോ, അതോ കോടതിയെ എന്താണെന്നറിയില്ല. അവിടുത്തെ കാര്യങ്ങൾ വരുമ്പോൾ വേറെ ഏത് സ്ഥലത്തും മാധ്യമങ്ങൾ ഓടിയെത്തുകയാണ്. ഓടിയെത്തി ഉള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത പ്രശ്നങ്ങളും എല്ലാം പറയും. നിങ്ങൾ വളരെ ഇൻവെസ്റ്റിഗേഷൻ ഒരു കാര്യത്തിൽ കലിങ്കുഷമായിട്ട് നിങ്ങൾ അതിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കും. എന്തുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കാര്യത്തിൽ മാത്രം ആഴത്തിൽ ചിന്തിക്കുന്നില്ല, ആഴത്തിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല? ഇത്രയും ദുരൂഹമായ സ്ഥലം. ഈ ദുരൂഹത നീക്കുന്നത് എപ്പോഴും മാധ്യമങ്ങളല്ലേ. ഒരുപക്ഷെ കോടതി പോലും കണ്ടെത്താൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ വളരെ ശക്തമായി അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് എത്ര കാര്യങ്ങൾ ഇവിടെ പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ അത് എന്തുകൊണ്ട് നിങ്ങൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ മാത്രം കുറേ ആളുകളുടെ മുഖം കണ്ടിട്ട് മാറി നിൽക്കുന്നു? അതെന്തിനാണ്? അതിൻ്റെ ആവശ്യം എന്താണ്? നേരത്തെ പറഞ്ഞ ഒരു താഴികക്കുടത്തിൻ്റെ കാര്യം പറഞ്ഞു. അതെ, താങ്കൾ സ്പോൺസർ ചെയ്തൊരു താഴികക്കുടം അവിടെ നേരത്തെ പ്രതിഷ്ഠിച്ചിരുന്നു. താഴികക്കുടം ഒരു പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റിവെച്ചതാണ്. അപ്പോൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ അപകടം വേഴാപ്പറമ്പലിൻ്റെ ആ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ ഭഗവാന്റെ ഡയറ്റി കടിശർക്കര രോഗം ഏതാണ്ട് വളരെ വല്ലാത്തൊരു അവസ്ഥയിൽ, നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ വളരെ ഒരു ശോചനീയമായ അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. ശരിക്കും അത് ഒരു വളരെ പുനരുദ്ധാരണം, ഒരു വർഷം തന്നെ ക്ഷേത്രത്തിൻ്റെ ഇത് ബാലാലയം വെച്ച് പുറത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ പണി നടക്കേണ്ടതാണ്. അത് എത്ര അടിയന്തര സാഹചര്യത്തിലാണ് ചെയ്യേണ്ടതെന്ന് അത് റിപ്പോർട്ട് അവരുടെ കയ്യിലുണ്ട്. അത് ചെയ്തിട്ടില്ല. രണ്ട്, ഈ താഴികുടം മാറ്റിയത് പുനഃപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട് വിശ്വസേൻ്റെ പണിയും ഈ താഴികുടവും മാറ്റി വെച്ചാണ്. ഇന്ന് 9 വർഷമായിട്ട് അത് ആ കാര്യത്തിൽ അവർ കൈകാര്യം ചെയ്തിട്ടേയില്ല. ഇനിയിപ്പോൾ അത് ചെയ്യുന്നത്, ഞാൻ കോടതിയിൽ പോയി ഇതിൻ്റെ കാര്യത്തിൽ ചോദിച്ച് ഇതിൻ്റെ വിശദീകരണം ചോദിച്ച സമയത്താണ് ഈ ഫയൽ ആദ്യം അവിടെ നിന്ന് തുടങ്ങുന്നത് തന്നെ. ഇവരിത് ഞാൻ കൊടുത്ത എനിക്കിത് എന്തുകൊണ്ട് കോടതി ചോദിക്കാൻ പറ്റും? കോടതി പറയും നിങ്ങൾക്കിത് ചോദിക്കാനുള്ള ഇത് നിങ്ങളെന്താണ്, നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും? രണ്ട് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാൻ പറ്റുന്ന, ഒന്ന്, ഞാൻ കർമ്മകാര്യ സംഘത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഒരു പബ്ലിക് ലിറ്റിഗേഷനാണ് ഞാൻ ചോദിച്ചത്, ഒരു പബ്ലിക്കിൻ്റെ ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതർവൈസ് ഞാനൊരു സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ ഇരിക്കുന്ന എംപ്ലോയി ആണ്, നിങ്ങൾക്ക് എന്ത് ചോദിക്കാനുള്ള അധികാരമൊന്നും വരും. അതുകൊണ്ടാണ് ഞാൻ ആ നിലയിൽ പോയത്. ഇതെല്ലാം ഒരു പബ്ലിക് ചോദിക്കേണ്ടതാണ്, ഇതെല്ലാം ഒരു ഭക്തജനം ചോദിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഒരു ഭക്തജനമില്ല, ഒരു ഭക്തജന സേവാ സമിതിയില്ല. ഈ ചോദിക്കേണ്ടവരെല്ലാവരും വളരെ മിണ്ടാതെ ഇരുന്നിട്ട് പോവാണ്. ഇത് പക്ഷേ ഗുരുവായൂർ സംഭവിക്കില്ല. ഇത് മറ്റൊരു ഇപ്പം നോക്കൂ, ഇത് പറയുന്ന ഈ നിരന്തര ഈ സാധനം പോകുന്ന ഗുരുനാനാക്കിലാണെങ്കിൽ വേറൊരു സ്ഥലത്താണെങ്കിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇത് ഞാനെന്ത് പറഞ്ഞ താഴികുടത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഒന്ന് സ്പോൺസർ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ടാമത് ഈ പബ്ലിക് ലിറ്റിഗേഷൻ കർമ്മകാര്യ സംഘത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അല്ലാതെ എനിക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് എനിക്കുള്ളത് ഞാനിത് സ്പോൺസർ ചെയ്തുകൊണ്ടാണ്.
അപ്പോൾ കോടതിയിൽ ഞാനുള്ള രേഖകൾ സമർപ്പിക്കണം. കോടതിയിൽ കള്ളത്തരം പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കോടതിയിൽ ഞാൻ കൃത്യമായിട്ട് കൊടുത്തു. ഞാൻ ആർക്കാണ് ഈ പൈസ കൊടുത്തത്? ഹരിഹര അസോസിയേറ്റ്സ്. ഈ ഹരിഹര അസോസിയേറ്റ്സും ഇവരുമായിട്ടുള്ള ബന്ധം എന്താണ്? ഹരിഹര അസോസിയേറ്റ്സാണ് ഇതിൻ്റെ പുനർനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ട് വർക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി ഹരിഹര അസോസിയേറ്റ്സിന് നിങ്ങൾ പൈസ കൊടുക്കാനുള്ള കാര്യം എന്താണ്? ക്ഷേത്രം പറഞ്ഞിട്ടാണ്. ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നിട്ടുള്ള ലെറ്റർ, ഈ രേഖകളെല്ലാം ഞാൻ തരാം എന്നാണ് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. അല്ലെങ്കിൽ ഞാൻ കൊണ്ട് ഹരിഹര അസോസിയേറ്റ്സ് ഞാനങ്ങനെ കൊടുക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ടാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ടാണ് കോടതി ഈ കേസ് എടുത്തത് തന്നെ. അല്ലെങ്കിൽ കോടതി അവിടെ ഒരു ജുഡീഷ്യറി ഇരിക്കുന്നു, പോയി ജുഡീഷ്യറി എടുത്ത് സംസാരിച്ചാൽ മതി. എൻ്റെ കേസ് അവിടെ വരാനുള്ള സാധ്യതയില്ല. ഇപ്പോഴും ഇവർ ചെയ്തിരിക്കുന്നത് വലിയൊരു തെറ്റാണ്. എൻ്റെ മേലൊരു നടപടി എടുത്തിരിക്കുമ്പോൾ ഡിവിഷണൽ ബെഞ്ച് പറഞ്ഞത് സിംഗിൾ ബെഞ്ചിൻ്റെ ഓർഡർ നടപ്പിലാക്കാൻ പറഞ്ഞു. അതൊന്നും കേൾക്കാതെ എൻ്റെ പേരിൽ നടപടി എടുത്തിരിക്കുക. അത് കോർട്ട് കണ്ടംപ്റ്റാണ്. അത് മുന്നോട്ട് കേസ് പോട്ടെ, ഏത് രീതിയിൽ കേസ് വരുമെന്ന് നോക്കാം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് താഴെ കൊടുത്തതിൻ്റെ കാര്യം ഇങ്ങനെ വന്നു. ഇതിന് ഇവർ കൊടുത്ത മറുപടിയാണ് ഏറ്റവും അതിശയം. ബബ്ലു ശങ്കറിനെ ഇൻട്രസ്റ്റ് ചെയ്തിട്ടില്ല, ആരും ചുമതല ഏൽപ്പിച്ചിട്ടില്ല പൈസ കൊടുക്കാൻ. എന്തൊരു കള്ളത്തരമാണ് പറയുന്നത്. ഈ കള്ളത്തരം ഒരു ജില്ലാ ജഡ്ജി ചെയർമാനായിട്ടിരിക്കുന്ന സ്ഥലത്ത് പറയാൻ പാടുണ്ടോ? വേറെ എവിടെ വേണോ പറയട്ടെ, വേറെ ഏത് സ്ഥലത്തും വേണം, സെക്രട്ടേറിയറ്റിൽ പറയട്ടെ, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പറയട്ടെ. ശ്രീ പത്മനാഭ സംശയത്തിൽ പറയാൻ പാടില്ല. കാര്യം അത്രയും വലിയ ഒരു ഡിവൈൻ സെൻറ്ററിൽ ഒരു സുപ്രീം കോടതിയുടെ ഡയറക്ഷനിൽ എടുത്ത ഒരു അഡ്വൈസറി കമ്മിറ്റി, റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജും പിന്നെ ഒരു ജഡ്ജിയും വലിയ സംവിധാനങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ കള്ളത്തരം കൊടുത്തിരിക്കുന്നത്. ഡോക്യുമെന്റ് ഇല്ലായിരുന്നോ? ഉണ്ട്. അതാണല്ലോ പിന്നെ നടന്നുകൊണ്ടേ. ഇവിടെ ഒരു പ്രശ്നം എന്ന് അറിയുമോ, കോടതിയിലും ഇവർ കാണിക്കുന്ന കോടതിയിൽ പോലും ഇവർ പറയുന്ന എന്തെങ്കിലും ഒരു പറയുമ്പോൾ ഇവരുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഉടനെ തന്നെ പെട്ടെന്ന് പറയുന്ന സുപ്രീം കോടതി, തന്ത്രി, മഹാരാജാവ്, സെൻട്രൽ പ്രതിനിധി, സ്റ്റേറ്റ് പ്രതിനിധി, ട്രസ്റ്റിയുടെ നോമിനി, ജില്ലാ ജഡ്ജി, പിന്നെ അഡ്വൈസറി കമ്മിറ്റിയിലെ ഹൈക്കോടതി ജഡ്ജ്, റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ്, അതിലുള്ള IAS ഇത് കാണിക്കുമ്പോൾ കോടതിയെ പോലും ഇവർ ഭയപ്പെടുത്തുകയാണ്. ഇത് മറികടന്ന് വേണം ഒരു ജഡ്ജ്മെൻറ്റ് വരേണ്ടത്. അത് വരുമെന്ന് പറഞ്ഞാൽ പത്മനാഭസ്വാമി ഇതെല്ലാം കൊണ്ട് എത്തിക്കുമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെ ഞാൻ ചോദിക്കട്ടെ, എന്നെ പോലെ ഇവരുടെ മുമ്പിൽ, ഈ പറഞ്ഞ ആളുകളുടെ മുമ്പിൽ ഒരു പുഴുവായിട്ടുള്ള ഒരാളാണ് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി. ഒരു തരത്തിലും കടപിടിക്കാൻ പറ്റില്ല എനിക്ക്. എൻ്റെ അധികാരം വെച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തികം വെച്ചിട്ടോ ഒരു സ്ഥലത്ത് ഇവരുടെ മുമ്പിൽ ഒരു വെറും പുഴുവാണ് ഞാൻ. എനിക്കൊരിക്കലും ഇവരുടെ മുമ്പിലോട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. ഞാൻ ഭഗവാന്റെ ആ എനർജി ലെവലിൽ നിന്നുകൊണ്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ കാര്യങ്ങൾ ഓരോ ദിവസവും വരുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. അതിൽ നമ്മുടെ ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ സാഹചര്യങ്ങൾ തിരിഞ്ഞു മാറി വരുന്നതും പത്മനാഭസ്വാമിയുടെ ഒരു നേർക്കാഴ്ച ഈ വിഷയത്തിലുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവരെത്ര വിചാരിച്ചിട്ടും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കേസുകൾ തീരാത്തത്. നോക്കൂ, ഒരു കാലത്ത് ഇത് തീർന്നു പോയ ഒരു കാര്യമെന്ന് വിചാരിച്ചാൽ വീണ്ടും ദ സെയിം തിങ് ഈസ് ഹാപ്പനിങ് ഇൻ 23, 24 and 25. എന്തുകൊണ്ട് സംഭവിക്കുന്നു? അന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. പിന്നെ എന്താ അതേ സെയിം സാധനം ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്? അപ്പോൾ ഭഗവാൻ എങ്ങോട്ടാണ് ഇതിനെ കൊണ്ടുപോകുന്നത്? അപ്പോൾ ഒരു വലിയൊരു സംവിധാനം, ഇതിനൊക്കെ അപ്പുറം ഒരു വലിയ സംവിധാനത്തിലേക്ക് വന്ന്, അല്ലെങ്കിൽ ഇവർ തന്നെ ഇതിൻ്റെ കറക്ഷൻ പാർട്ടിൽ എക്സിക്യൂട്ടീവ് ഓഫീസറിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവരുടെ പവർ യൂട്ടിലൈസേഷൻ സംവിധാനത്തിൽ ഇവർ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു ഡയറക്ഷനിലോ അല്ലെങ്കിൽ നാളെ പൊതുസമൂഹം അറിഞ്ഞ് ഇതൊരു വലിയ ഇനിയിപ്പോൾ ഇതാ ഓരോ ദിവസം അലേർട്ടാണ്. ഇപ്പോഴും ഇവർ അലേർട്ടായി. ഞാൻ ചോദിച്ചു, മുമ്പൊക്കെ ഇങ്ങനൊന്നും അല്ലല്ലോ. ഇവരെടുത്ത് കൊടുക്കുന്നതിനൊന്നും ഒരു കണക്കും ഇല്ലാതല്ലേ ഇവർ ചെയ്തത് പല കാര്യങ്ങളും. ഇതിപ്പോൾ ഞാൻ പറയുന്ന ഒരു ചെറിയ തോതിലുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ അവിടുത്തെ ഓരോ കാര്യങ്ങളും എടുത്താൽ, പൂജയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് സുവർണ ദർശനത്തിന് വന്നിട്ടുള്ളത്, ഉദയാസ്തമന പൂജ വന്നിട്ടുള്ളതിൽ എല്ലാത്തിലും ഒരു കച്ചവട ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ച് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു കച്ചവട കേന്ദ്രമാക്കി മാറ്റിയാണ്. അത് അഡ്മിനിസ്ട്രേറ്റീവ് സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ പിൽഗ്രിംസിന് കിട്ടുന്നില്ല, ഡിവോട്ടീസിന് കിട്ടുന്നില്ല. അവിടെ പ്രധാനമന്ത്രി 100 കോടി രൂപ പിൽഗ്രിം സെൻറ്ററിന് വേണ്ടി കൊടുത്തിട്ട് വലിയ സൗധങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് 4 സൈഡിലും. ഇതിലേതെങ്കിലും ഒന്ന് അവിടുത്തെ ഒരു ഡിവോട്ടിക്ക് അത് കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ നോക്കൂ, മറ്റുള്ള സ്ഥലത്തേക്ക് ഒരു ഉദയാസ്തമന പൂജ എടുത്താൽ അയാൾക്കൊരു പ്രത്യേക റൂം അല്ലെങ്കിൽ ദാസർ എല്ലാം കൊടുക്കും. ഇവിടെ
ഇതെല്ലാം അക്വയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആരാണ്? പിൽഗ്രിംസിന് വേണ്ടിയാണ് കൊടുത്തത്, ക്ഷേത്രത്തിന് വേണ്ടിയല്ല പൈസ കൊടുത്തത്. ക്ഷേത്രത്തിൻ്റെ പിൽഗ്രിം സെൻറ്റേഴ്സിന് വേണ്ടിയാണ്, അല്ല ക്ഷേത്രത്തിനകത്ത് പണി ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്തിട്ടില്ല. ആലോചിക്കണം, പിൽഗ്രിം സെൻറ്റേഴ്സിന് വേണ്ടി കൊടുത്തതാണ്. ഈ പിൽഗ്രിം സെൻറ്റേഴ്സിന് കൊടുത്തതിൻ്റെ ഒരു ചോദ്യം, ഒരു ബാധ്യതയും ചോദിക്കേണ്ടത്, ഇതിലേതെങ്കിലും ഒരു ഡിവോട്ടീസിന് ഈ അവരിയ്ക്കാൻ വേണ്ടി കസേരയോ അവന് മറ്റ് സംവിധാനങ്ങളോടെ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഒരു 75 വയസ്സുള്ള ഒരു അമ്മ, ആന്ധ്രയിൽ നിന്നൊരു അമ്മ 5 മണിക്കൂർ അവർ ക്യൂ നിന്നപ്പോൾ അവർ ഒരു സ്ഥലം, ഈ ക്ഷേത്രത്തിൻ്റെ അങ്ങറ്റത്തെ അവിടെ അവർ ഓട പോലെ കണ്ടപ്പോൾ അവർക്ക് ഡയബറ്റീസിൻ്റെ അസുഖമുള്ളതുകൊണ്ട് അവരറിയാതെ മൂത്രമൊഴിച്ചു. അവരുടെ കൈ കിടന്ന് അപ്പോഴേ തന്നെ വള ഊരി വെച്ചിട്ട് 11,000 രൂപ അടച്ചാണ് ഇവർ ഉടനെ അതിൻ്റെ ശുദ്ധികലശത്തിലേക്ക് പോയത്. ഇതാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരുടെ നിന്ന് വാങ്ങിച്ച പൈസ, അതിൻ്റെ റെസീപ്റ്റ്സ്, അവരുടെ പേര്, ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കോടതി കൊടുത്തിട്ടുണ്ട്. ഒരു ഡിവോട്ടിയുടെ സംഭവിക്കുന്നതാണെന്ന് എൻ്റെ അഫിഡവിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. എൻ്റെ 6ാമത്തെ പ്രയർ അതാണ്, ഡിവോട്ടീസിനോട് കാണിച്ചിട്ടുള്ള ഇത്. അപ്പോൾ ഇതൊക്കെ റേസ് ചെയ്യേണ്ടത് ഞാനല്ല, ഇതൊക്കെ റേസ് ചെയ്യേണ്ടത് ഇവിടുത്തെ പൊതുസമൂഹങ്ങളും ഭക്തജനങ്ങളുമാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇത് ഞാൻ റേസ് ചെയ്ത് ഞാൻ ക്രൂശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എനിക്ക് വേണ്ടി ആരും ഇല്ല എന്നുള്ളതാണ്. ഭക്തർക്ക് വേണ്ടി ഒരുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി നൽകുന്ന ഈ ഫണ്ട്, അല്ലെ ഒരുക്കിയിരിക്കുന്ന ഈ സംവിധാനം, അപ്പോൾ ആരുടെ കയ്യിലാണ് ഇത്? തുറന്നു പറയുകയാണെങ്കിൽ അത് പോലീസിൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെയും അഡ്മിനിസ്ട്രേഷൻ്റെയും കയ്യിലാണ്. ഇത് ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൈയേറിയിരിക്കുന്നു, മെമ്പേഴ്സ് കൈയേറിയിരിക്കുന്നു, ഓഫീസ് കൈയേറിയിരിക്കുന്നു, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കൈയേറിയിരിക്കുന്നു, പിന്നെ പോലീസിൻ്റെ ആളുകൾക്ക് കൊടുത്തിരിക്കുന്നു. ഓക്കെ, പോലീസിൻ്റെ ആളുകൾ കൊടുത്തിരിക്കുന്നത് അവർക്ക് കൊടുത്ത് അവർ യൂസ് ചെയ്യും. ഇത് ഇവർ കൊടുത്തതാണ്. യഥാർത്ഥത്തിൽ ഈ പടിഞ്ഞാറുണ്ടായിരുന്ന ഓഫീസ് നേരെ എടുത്ത് ഈ ബിൽഡിങ് മുഴുവൻ ഇവർ അക്യൂറുകയാണ് ചെയ്തത്. അതിനുള്ള സംവിധാനം അവിടെ ഉണ്ടായിരുന്നല്ലോ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഈ ആർക്കിയോളജിയും പോസ്റ്റ് ഓഫീസും എല്ലാം നമ്മുടെ അല്ലായിരുന്നു. ഞാൻ ചോദിച്ച സംവിധാനം ഇല്ലാത്ത സ്ഥലമാണോ? ഇവിടെ ഏതൊരു ക്ഷേത്രത്തിനേക്കാൾ സംവിധാനമുള്ള സ്ഥലമായിരുന്നു. അതിനുള്ള എല്ലാം ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ചാനലിൽ നിന്ന് പറഞ്ഞ് കൂടുതൽ വിരോധികളെ, ഇപ്പോൾ 2 ലക്ഷം ശത്രുക്കളുള്ളത് 10 ലക്ഷമായിട്ട് മാറുന്നുള്ളതല്ലാതെ ഇതിൽ അത് സാധാരണ ഭക്തജനങ്ങൾ എന്നോടൊപ്പം അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതല്ല, ഇപ്പോൾ കാരണം വെച്ചാൽ ലോകമെമ്പാടുമുള്ള 10,000-കണക്കിന് ഭക്തർ ദിവസം പ്രതി വന്നു പോകുന്ന ഒരു സ്ഥലത്ത് ഒരു ഭക്തന് ലഭിക്കേണ്ട ഒരു സംവിധാനം, അടിസ്ഥാന സൗകര്യം, അത് അവിടുത്തെ ഓഫീസ് സംവിധാനമായി മാറ്റുമ്പോൾ അത് ചെയ്യുന്നത് ഒരു വലിയൊരു ചതിയുടെ ഭാഗമാണ്. മാത്രമല്ല, അതല്ലേ പറഞ്ഞത്, ഈ പാൽക്കടലിൽ കിടക്കുന്ന ശ്രീ പത്മനാഭൻ എന്ന് പറയുന്നത് കണ്ണീർ കടലിലാണ്. ഭക്തജനങ്ങൾ കരയാതെ പോകുന്ന ദിവസം പറയൂ. പ്രായം ചെന്ന നിങ്ങളൊരു കണക്കെടുക്കൂ വന്ന്, നിങ്ങളൊരു സാധാരണ സിവിലിനെ പോലെ അവിടെ വന്നിട്ട് നിങ്ങൾ നോക്കൂ എത്ര പേർക്കാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതെന്ന്. ഇത് ജീവനക്കാർ, ഡെയിലി വേഴ്സുകാർ വെളുപ്പിനെ 3:15 കയറുന്ന അവനെ രാത്രി വരെ പണിയിപ്പിച്ച് അവൻ ഫ്രസ്ട്രേറ്റഡായിട്ട് നിൽക്കുന്നത്, അവൻ്റെ മേളിൽ ഇവർ കുതിര കയറുകയാണ്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എടുത്ത് വെച്ച് സസ്പെൻഡ് ചെയ്യില്ല, അവന് നാളെ രാവിലെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അവന് വേറെ വഴിയില്ല, ഇവർ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ എടുക്കില്ല. ഇത്രയും 10-15 വർഷമായിട്ട് ജോലി ചെയ്തിട്ടുള്ള ആളുകളെ പെർമനൻ്റ് ചെയ്യില്ല. എന്താ, പൈസ ഇല്ലാത്തതുകൊണ്ടാണോ? അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ എത്ര രൂപയാണ് കൂടുന്നത്? ഇത് മാറി അവിടെയുള്ള സംഘടനകൾ മാറി ഇവർ ചെയ്യില്ല. അപ്പം ജീവനക്കാർ ഭയപ്പെടുത്തി പേടിപ്പിച്ച് നിർത്തിക്കൊണ്ട്, അപ്പോൾ ആലോചിക്കണം, 205ഓളം വരുന്ന, കഴിഞ്ഞ 3 വർഷം മുമ്പ് 205ഓളം വരുന്ന, 2 വർഷം മുമ്പ് പെർമനൻറ്റ് സ്റ്റാഫുള്ള സ്ഥലത്തു നിന്നാണ് ഒറ്റയടിക്ക് 96ലേക്ക് പോയത്. എന്നിട്ടും അവർ ആളുകളെ പെർമനൻ്റ് ചെയ്യാൻ തയ്യാറല്ല. അപ്പം പിന്നെ ജീവനക്കാർക്ക് ഒരു തരത്തിലും ഇവരെ അവരുടെ ഓരോ ദിവസവും എന്താണ് വിചാരിക്കുന്നത്, ഇവർ പറയുന്നത് പട്ടിയെ പോലെ നിന്ന് കേൾക്കുകയാണ്. കാര്യം നാളെ രാവിലെ വരണ്ടെന്ന് പറഞ്ഞാൽ വരണ്ടെന്ന് തന്നെ, നാളെ ഇറക്കി വിട്ടാൽ ഇതിനൊന്നിനും ഒരു മാനദണ്ഡങ്ങൾ ഇവരൊന്നും പാലിക്കില്ല. അപ്പം എൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു കാര്യത്തിലെയും അവർ മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല, മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല, സർവീസ് റൂൾസ് അവർ എടുത്തിട്ടില്ല. ഒരു മെഡിക്കൽ ലീവ് കൊടുത്താൽ അതിനെ അവർ ശ്രദ്ധിക്കില്ല. അതായത് എന്തുകൊണ്ട്? അതേസമയം ഞാൻ എത്ര പോക്കെടുത്തിട്ട് അവിടെ കാണിച്ചാലും ഇവർ കാണിക്കുന്ന തെമ്മാടിത്തരത്തിൽ കൂട്ടു നിൽക്കുകയാണെങ്കിൽ എനിക്കവിടെ വളരെ വലിയ ആളായിട്ട് എനിക്കവിടെ വിലസം. ഞാൻ അവിടെ ഡെയിലി വേഴ്സുകാരനോടൊന്നുമില്ല. ഡെയിലി വേഴ്സുകാരനെ പെർമനൻറ്റുകാരനെ ഭരിക്കാം, പെർമനൻറ്റുകാരനെ അവൻ്റെ കീഴ്പ്പെട്ടവരായിട്ട് നിൽക്കുകയും ചെയ്യാം.
കാരണം അവിടെ അതാണ് ഈ പവർ സെൻറ്ററിനോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഈ പറയുന്ന മാനേജർ എന്ന് പറയുന്ന ആൾ, അയാളുടെ മേൽ മുമ്പ് ഒരു എഫ്ഐആർ ഉണ്ട്. ഇപ്പം വലിയതുറ സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു സ്ത്രീയെ പിടിച്ച് തള്ളി ഉത്സവത്തിന് തള്ളിയിട്ട് അവരെ കാലൊടിഞ്ഞിട്ട് അടുത്ത എഫ്ഐആർ വീഴാൻ വേണ്ടി പോകുന്നു. ഇയാൾ സർവീസ് 36 വർഷം കഴിഞ്ഞ് സർവീസ് കഴിഞ്ഞ് 3:15 വരുന്ന ബ്രാഹ്മിൺസിനെ തടയാതിരിക്കുക. കാരണം അവിടെ തന്നെ കളിച്ച് വളർന്ന് അവിടെ വീട്ടിൽ അത് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തേനുള്ള തെരുവുകളിലുള്ള ആളുകൾക്ക് ഇന്ന് ഒരുപക്ഷെ അവിടെ ഒന്ന് സമാധാനമായിട്ട് വന്ന് സഹസ്രനാമ ജപം ജപിച്ച് നടന്നു പോകാൻ പറ്റുന്ന ഇതില്ല. അവരെ മാറ്റി നിർത്തപ്പെടുന്നത് അല്ല, അവരെ മാറ്റിയിട്ടില്ല. അവർക്കാണ് ഈ സുരക്ഷ കൊണ്ട് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഒരു ബിഗ് ഷോട്ടിനെ സംബന്ധിച്ച്, ഒരു സെലിബ്രിറ്റിയെ സംബന്ധിച്ചും അല്ലെ വേറൊരില്ലേ ഈ വടക്കേതര ദർശനം വെച്ചിരിക്കുന്നത് ഏറ്റവും തെറ്റായ ഒരു ദർശനമാണ് അത് വെച്ചിരിക്കുന്നത്. ഏത് ആചാരത്തിൻ്റെ പേര് പറഞ്ഞ് എങ്ങനെയാണെങ്കിലും പണ്ടുള്ള എല്ലാ കാര്യങ്ങളും നിലവിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ? പഴയ കാര്യങ്ങളിൽ പലത് ഇന്നത്തെ സൗകര്യം, ഇന്നത്തെ കാര്യങ്ങളും നരസിംഹസ്വാമി നിങ്ങൾ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കൂ. നരസിംഹസ്വാമി മുമ്പിലും ശ്രീ പത്മനാഭസ്വാമി രണ്ടാമതും മൂന്നാമത് ഇരിക്കുന്നതാണ് തിരുവമ്പാടി. ആ നിലയിലുള്ള ദർശനത്തിലായിരുന്നു, അങ്ങനെയാണ് തൊഴുതുകൊണ്ടിരുന്നതെന്നുള്ളതിനേക്കാൾ ഇന്ന് അതാണ് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു ദർശനം. ആ ദർശനത്തിന് ഇപ്പോൾ വടക്ക് വെച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ആ വടക്ക് വെച്ചിട്ട് ഇവർക്ക് നടത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ കുറേ പേര് വടക്കൂടെ കയറും, കുറേ പേര് തെക്കൂടെ കയറും. അങ്ങനെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു VIP വന്നു കഴിഞ്ഞാൽ അയാൾ ഏത് വഴിയാണ് കയറുന്നത്? മറ്റുള്ളവർക്ക് അപ്പോൾ അങ്ങനെ ഒരു ക്ഷേത്രത്തിലൊരു സംവിധാനം വെച്ചാൽ അതിന് 2 ജാതിപ്പെടുന്ന അല്ലെങ്കിൽ 2 തരത്തിലുള്ള ഒരു ദർശനം അവിടെ വെക്കരുത്. ഒരു രീതി അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ രീതിക്കൊത്ത് തന്നെ ആയിരിക്കണം അവിടെ പോകേണ്ടത്. മഴ നനഞ്ഞ് വെളുപ്പിനെ 3:15 കുട്ടികളുമായിട്ട് കൈക്കുഞ്ഞുമായിട്ട് വന്ന് നിൽക്കുന്നവർ 4:15 നനഞ്ഞ് തന്നെ കയറണം എന്ന് പറയുന്നതിന് അതെന്തർത്ഥമാണ്? ബാക്കി കുറേ പേര് നനയാതെ കയറുന്നവർ എന്തർത്ഥമുള്ളത്? അത് എന്ത് ഇതിനേക്കാൾ നല്ലത് സൗകര്യപ്രദമായിട്ട് അവർക്കൊരു ദർശനം കൊടുത്താൽ പോരെ. വേർതിരിവുണ്ട് ക്ഷേത്രത്തിൽ വേർതിരിവുണ്ട്. അതിൽ പേരുകളൊന്നും എടുത്തു പറയാൻ പറ്റും. ഇവിടുത്തെ വലിയ കുറേ ആളുകളുണ്ട്. അവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഏത് രീതിയിൽ വേണോ എങ്ങനെ വേണോ തൊഴാം. ജാതീയമായ വേർതിരിവല്ല, അവിടെ ബിഗ് ഷോട്ടുകളുടെ പണക്കാരനാണെങ്കിൽ അതെ ഭഗവാൻ പോലും അങ്ങനല്ലേ. ദരിദ്രനായിരുന്ന സമയത്ത് ഈ പറഞ്ഞ ആളുകളൊക്കെ അവിടെ പോയിരുന്നു. ഭഗവാൻ പോലും ധനികനായതിനു ശേഷമല്ലേ ഈ ബഹളവും ഈ ഇതുമൊക്കെ ഉണ്ടായത്. ഇതിനു മുമ്പ് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. അന്നൊന്നും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. പക്ഷേ ഭഗവാൻ തന്നെയാണ് തീരുമാനിച്ചത്, ഞാൻ ധനികനാണെന്ന് കാണിച്ചു കൊടുക്കാം, എന്നാലല്ലേ ഇവിടെ CCTV വരുള്ളൂ, എന്നാലല്ലേ ഇവിടെ കൺട്രോൾ റൂം വരുള്ളൂ, ഇത്രയും പോലീസുകാർ വരുള്ളൂ, ഇത്രയും CA മാർ വരുള്ളൂ, SI മാർ വരുള്ളൂ. വരട്ടെ. കാരണം എന്തൊക്കെയോ വൃത്തികേടുകൾ നടന്നപ്പോൾ ആ വൃത്തികേടുകളെ എല്ലാം ശമിപ്പിക്കാനായിട്ട് ഇതൊരു ദുർഘട പരിപാഠശാലയായിട്ടാണ് നമുക്ക് കാണേണ്ടത്. എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നും ഇപ്പം ഭഗവാൻ കുറേ കാര്യങ്ങൾ തെളിയിക്കാനായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും പൊതുസമൂഹത്തിലേക്ക് കാണിക്കുന്നത്. നിങ്ങൾ മാധ്യമങ്ങൾ അടുക്കില്ല. പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് കയറുമ്പോൾ മാറിയിരിക്കുകയാണ്. എന്താ കാരണമെന്നറിയില്ല. ആരുടെയെങ്കിലും വലിയ ആളുകളുടെ മുഖം കണ്ടിട്ടാണോ, അതോ ഇനി മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടാണോ, അതോ കോടതിയെ എന്താണെന്നറിയില്ല. അവിടുത്തെ കാര്യങ്ങൾ വരുമ്പോൾ വേറെ ഏത് സ്ഥലത്തും മാധ്യമങ്ങൾ ഓടിയെത്തി ഉള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത പ്രശ്നങ്ങളും എല്ലാം പറയും. നിങ്ങൾ വളരെ ഇൻവെസ്റ്റിഗേഷൻ ഒരു കാര്യത്തിൽ കലിങ്കുഷമായിട്ട് നിങ്ങൾ അതിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കും. എന്തുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കാര്യത്തിൽ മാത്രം ആഴത്തിൽ ചിന്തിക്കുന്നില്ല, ആഴത്തിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല? ഇത്രയും ദുരൂഹമായ സ്ഥലം. ഈ ദുരൂഹത നീക്കുന്നത് എപ്പോഴും മാധ്യമങ്ങളല്ലേ. ഒരുപക്ഷെ കോടതി പോലും കണ്ടെത്താൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ വളരെ ശക്തമായി അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് എത്ര കാര്യങ്ങൾ ഇവിടെ പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ അത് എന്തുകൊണ്ട് നിങ്ങൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ മാത്രം കുറേ ആളുകളുടെ മുഖം കണ്ടിട്ട് മാറി നിൽക്കുന്നു? അതെന്തിനാണ്? അതിൻ്റെ ആവശ്യം എന്താണ്? നേരത്തെ പറഞ്ഞ ഒരു താഴികക്കുടത്തിൻ്റെ കാര്യം പറഞ്ഞു. അതെ, താങ്കൾ സ്പോൺസർ ചെയ്തൊരു താഴികക്കുടം അവിടെ നേരത്തെ പ്രതിഷ്ഠിച്ചിരുന്നു. താഴികക്കുടം ഒരു പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റിവെച്ചതാണ്. അപ്പോൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ അപകടം വേഴാപ്പറമ്പലിൻ്റെ ആ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ ഭഗവാന്റെ ഡയറ്റി കടിശർക്കര രോഗം ഏതാണ്ട് വളരെ വല്ലാത്തൊരു അവസ്ഥയിൽ, നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ വളരെ ഒരു ശോചനീയമായ അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. ശരിക്കും അത് ഒരു വളരെ പുനരുദ്ധാരണം, ഒരു വർഷം തന്നെ ക്ഷേത്രത്തിൻ്റെ ഇത് ബാലാലയം വെച്ച് പുറത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ പണി നടക്കേണ്ടതാണ്. അത് എത്ര അടിയന്തര സാഹചര്യത്തിലാണ് ചെയ്യേണ്ടതെന്ന് അത് റിപ്പോർട്ട് അവരുടെ കയ്യിലുണ്ട്. അത് ചെയ്തിട്ടില്ല. 2 ഈ താഴികക്കുടം മാറ്റിയത് പുനഃപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട് വിശ്വസേൻ്റെ പണിയും ഈ താഴികക്കുടവും മാറ്റി വെച്ചാണ്. ഇന്ന് 9 വർഷമായിട്ട് അത് ആ കാര്യത്തിൽ അവർ
കൈകാര്യം ചെയ്തിട്ടേയില്ല. ഇനിയിപ്പോൾ അത് ചെയ്യുന്നത്, ഞാൻ കോടതിയിൽ പോയി ഇതിൻ്റെ കാര്യത്തിൽ ചോദിച്ച് ഇതിൻ്റെ വിശദീകരണം ചോദിച്ച സമയത്താണ് ഈ ഫയൽ ആദ്യം അവിടെ നിന്ന് തുടങ്ങുന്നത് തന്നെ. ഇവരിത് ഞാൻ കൊടുത്ത എനിക്കിത് എന്തുകൊണ്ട് കോടതി ചോദിക്കാൻ പറ്റും? കോടതി പറയും നിങ്ങൾക്കിത് ചോദിക്കാനുള്ള ഇത് നിങ്ങളെന്താണ്, നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും? രണ്ട് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാൻ പറ്റുന്ന, ഒന്ന്, ഞാൻ കർമ്മചാരി സംഘത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഒരു പബ്ലിക് ലിറ്റിഗേഷനാണ് ഞാൻ ചോദിച്ചത്, ഒരു പബ്ലിക്കിൻ്റെ ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതർവൈസ് ഞാനൊരു സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ ഇരിക്കുന്ന എംപ്ലോയി ആണ്, നിങ്ങൾക്ക് എന്ത് ചോദിക്കാനുള്ള അധികാരമൊന്നും വരും. അതുകൊണ്ടാണ് ഞാൻ ആ നിലയിൽ പോയത്. ഇതെല്ലാം ഒരു പബ്ലിക് ചോദിക്കേണ്ടതാണ്, ഇതെല്ലാം ഒരു ഭക്തജനം ചോദിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഒരു ഭക്തജനമില്ല, ഒരു ഭക്തജന സേവാ സമിതിയില്ല. ചോദിക്കേണ്ടവരെല്ലാവരും വളരെ മിണ്ടാതെ ഇരുന്നിട്ട് പോവാണ്. ഇത് പക്ഷേ ഗുരുവായൂർ സംഭവിക്കില്ല. ഇത് മറ്റൊരു ഇപ്പം നോക്കൂ, ഇത് പറയുന്ന ഈ നിരന്തര ഈ സാധനം പോകുന്ന ഗുരുനാനാക്കിലാണെങ്കിൽ വേറൊരു സ്ഥലത്താണെങ്കിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇത് ഞാനെന്ത് പറഞ്ഞത്, താഴീക്കുടത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഒന്ന് സ്പോൺസർ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ടാമത് ഈ പബ്ലിക് ലിറ്റിഗേഷൻ കർമ്മചാരി സംഘത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അല്ലാതെ എനിക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് എനിക്കുള്ളത് ഞാനിത് സ്പോൺസർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ കോടതിയിൽ ഞാനുള്ള രേഖകൾ സമർപ്പിക്കണം. കോടതിയിൽ കള്ളത്തരം പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കോടതിയിൽ ഞാൻ കൃത്യമായിട്ട് കൊടുത്തു. ഞാൻ ആർക്കാണ് ഈ പൈസ കൊടുത്തത്? ഹരിഹര അസോസിയേറ്റ്സ്. ഈ ഹരിഹര അസോസിയേറ്റ്സും ഇവരുമായിട്ടുള്ള ബന്ധം എന്താണ്? ഹരിഹര അസോസിയേറ്റ്സാണ് ഇതിൻ്റെ പുനർനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് പുനരുദ്ധാരണമായിട്ട് ബന്ധപ്പെട്ട് താഴീക്കുടത്തിൻ്റെ വർക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി ഹരിഹര അസോസിയേറ്റ്സിന് നിങ്ങൾ പൈസ കൊടുക്കാനുള്ള കാര്യം എന്താണ്? ക്ഷേത്രം പറഞ്ഞിട്ടാണ്. ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നിട്ടുള്ള ലെറ്റർ, ഈ രേഖകളെല്ലാം ഞാൻ തരാം എന്നാണ് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. അല്ലെങ്കിൽ ഞാൻ കൊണ്ട് ഹരിഹര അസോസിയേറ്റ്സ് ഞാനങ്ങനെ കൊടുക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ടാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ടാണ് കോടതി ഈ കേസ് എടുത്തത് തന്നെ. അല്ലെങ്കിൽ കോടതി അവിടെ ഒരു ജുഡീഷ്യൽ ഇരിക്കുന്നു, പോയി ജുഡീഷ്യൽ എടുത്ത് സംസാരിച്ചാൽ മതി. എൻ്റെ കേസ് അവിടെ വരാനുള്ള സാധ്യതയില്ല. ഇപ്പോഴും ഇവർ ചെയ്തിരിക്കുന്നത് വലിയൊരു തെറ്റാണ്. എൻ്റെ മേലൊരു നടപടി എടുത്തിരിക്കുമ്പോൾ ഡിവിഷണൽ ബെഞ്ച് പറഞ്ഞത് സിംഗിൾ ബെഞ്ചിൻ്റെ ഓർഡർ നടപ്പിലാക്കാൻ പറഞ്ഞു. അതൊന്നും കേൾക്കാതെ എൻ്റെ പേരിൽ നടപടി എടുത്തിരിക്കുക. അത് കോർട്ട് കണ്ടംപ്റ്റാണ്. അത് മുന്നോട്ട് കേസ് പോട്ടെ, ഏത് രീതിയിൽ കേസ് വരുമെന്ന് നോക്കാം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് താഴീക്കുടത്തിൻ്റെ കാര്യം ഇങ്ങനെ വന്നു. ഇതിന് ഇവർ കൊടുത്ത മറുപടിയാണ് ഏറ്റവും അതിശയം. ബബ്ലു ശങ്കറിനെ എൻട്രസ്റ്റ് ചെയ്തിട്ടില്ല, ആരും ചുമതല ഏൽപ്പിച്ചിട്ടില്ല പൈസ കൊടുക്കാൻ. എന്തൊരു കള്ളത്തരമാണ് പറയുന്നത്. ഈ കള്ളത്തരം ഒരു ജില്ലാ ജഡ്ജി ചെയർമാനായിട്ടിരിക്കുന്ന സ്ഥലത്ത് പറയാൻ പാടുണ്ടോ? വേറെ എവിടെ വേണോ പറയട്ടെ, വേറെ ഏത് സ്ഥലത്തും വേണം, സെക്രട്ടേറിയറ്റിൽ പറയട്ടെ, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പറയട്ടെ. ശ്രീ പത്മനാഭ സംശയത്തിൽ പറയാൻ പാടില്ല. കാര്യം അത്രയും വലിയ ഒരു ഡിവൈൻ സെൻറ്ററിൽ ഒരു സുപ്രീം കോടതിയുടെ ഡയറക്ഷനിൽ എടുത്ത ഒരു അഡ്വൈസറി കമ്മിറ്റി, റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജും പിന്നെ ഒരു ജഡ്ജിയും വലിയ സംവിധാനങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ കള്ളത്തരം കൊടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ആ ഡോക്യുമെൻ്റ് ഇല്ലായിരുന്നോ? ഉണ്ട്. അതാണല്ലോ പിന്നെ നടന്നുകൊണ്ടേ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ, കോടതിയിലും ഇവർ കാണിക്കുന്ന ഒരു കോടതിയിൽ പോലും ഇവർ പറയുന്ന എന്തെങ്കിലും ഒരു പറയുമ്പോൾ ഇവരുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഉടനെ തന്നെ പെട്ടെന്ന് പറയുന്ന സുപ്രീം കോടതി, തന്ത്രി, മഹാരാജാവ്, സെൻട്രൽ പ്രതിനിധി, സ്റ്റേറ്റ് പ്രതിനിധി, ട്രസ്റ്റിയുടെ നോമിനി, ജില്ലാ ജഡ്ജി, പിന്നെ അഡ്വൈസറി കമ്മിറ്റിയിലെ ഹൈക്കോടതി ജഡ്ജ്, റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ്, അതിലുള്ള IASകാർ, ഇത് കാണിക്കുമ്പോൾ കോടതിയെ പോലും ഇവർ ഭയപ്പെടുത്തുകയാണ്. ഇത് മറികടന്ന് വേണം ഒരു ജഡ്ജ്മെൻറ്റ് വരേണ്ടത്. അത് വരുമെന്ന് പറഞ്ഞാൽ പത്മനാഭസ്വാമി ഇതെല്ലാം കൊണ്ട് എത്തിക്കുമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെ, ഞാൻ ചോദിക്കട്ടെ, എന്നെപ്പോലെ ഇവരുടെ മുമ്പിൽ, ഈ പറഞ്ഞ ആളുകളുടെ മുമ്പിൽ ഒരു പുഴുവായിട്ടുള്ള ഒരാളാണ് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി. ഒരു തരത്തിലും കടപിടിക്കാൻ പറ്റില്ല എനിക്ക്. എൻ്റെ അധികാരം വെച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തികം വെച്ചിട്ടോ ഒരു സ്ഥലത്ത് ഇവരുടെ മുമ്പിൽ ഒരു വെറും പുഴുവാണ് ഞാൻ. എനിക്കൊരിക്കലും ഇവരുടെ മുമ്പിലോട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. ഞാൻ ഭഗവാന്റെ ആ എനർജി ലെവലിൽ നിന്നുകൊണ്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ കാര്യങ്ങൾ ഓരോ ദിവസവും വരുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. അതിൽ നമ്മുടെ ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ സാഹചര്യങ്ങൾ തിരിഞ്ഞു മാറി വരുന്നതും പത്മനാഭസ്വാമിയുടെ ഒരു നേർക്കാഴ്ച ഈ വിഷയത്തിലുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവരെത്ര വിചാരിച്ചിട്ടും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കേസുകൾ തീരാത്തത്. നോക്കൂ, ഒരു കാലത്ത് ഇത് തീർന്നു പോയ ഒരു കാര്യമെന്ന് വിചാരിച്ചാൽ വീണ്ടും ദ സെയിം തിങ് ഈസ് ഹാപ്പനിങ് ഇൻ 23, 24 and 25. എന്തുകൊണ്ട് സംഭവിക്കുന്നു? അന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. പിന്നെ എന്താ അതേ സെയിം സാധനം ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്? അപ്പോൾ ഭഗവാൻ എങ്ങോട്ടാണ് ഇതിനെ കൊണ്ടുപോകുന്നത്? അപ്പോൾ ഒരു വലിയൊരു സംവിധാനം, ഇതിനൊക്കെ അപ്പുറം ഒരു വലിയ സംവിധാനത്തിലേക്ക് വന്ന്, അല്ലെങ്കിൽ ഇവർ തന്നെ ഇതിൻ്റെ കറക്ഷൻ പാർട്ടിൽ
എക്സിക്യൂട്ടീവ് ഓഫീസറിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവരുടെ പവർ യൂട്ടിലൈസേഷൻ സംവിധാനത്തിൽ ഇവർ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു ഡയറക്ഷനിലോ അല്ലെങ്കിൽ നാളെ പൊതുസമൂഹം അറിഞ്ഞ് ഇതൊരു വലിയ ഇനിയിപ്പോൾ ഇത് ഓരോ ദിവസം അലേർട്ടാണ്. ഇപ്പോഴിവർ അലേർട്ടായി. ഞാൻ ചോദിച്ചു, മുമ്പൊക്കെ ഇങ്ങനൊന്നും അല്ലല്ലോ, ഇവരെടുത്ത് കൊടുക്കുന്നതിനൊന്നും ഒരു കണക്കും ഇല്ലാതല്ലേ ഇവർ ചെയ്തത് പല കാര്യങ്ങളും. ഇതിപ്പോൾ ഞാൻ പറയുന്ന ഒരു ചെറിയ തോതിലുള്ള കാര്യങ്ങളാണ്. നിങ്ങളവിടുത്തെ ഓരോ കാര്യങ്ങളും എടുത്താൽ പൂജയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് സുവർണ ദർശനത്തിന് വന്നിട്ടുള്ളത്, ഉദയാസ്തമന പൂജ വന്നിട്ടുള്ളതിൽ എല്ലാത്തിലും ഒരു കച്ചവട ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ച് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഒരു കച്ചവട കേന്ദ്രമാക്കി മാറ്റിയാണ്. സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ പിൽഗ്രിംസിന് കിട്ടുന്നില്ല, ഡിവോട്ടീസിന് കിട്ടുന്നില്ല. അവിടെ പ്രധാനമന്ത്രി 100 കോടി രൂപ പിൽഗ്രിം സെൻറ്ററിന് വേണ്ടി കൊടുത്തിട്ട് വലിയ സൗധങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് 4 സൈഡിലും. ഇതിലേതെങ്കിലും ഒന്ന് അവിടുത്തെ ഒരു ഡിവോട്ടിക്ക് അത് കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ നോക്കൂ, മറ്റുള്ള സ്ഥലത്തേക്ക് ഒരു ഉദയാസ്തമന പൂജ എടുത്താൽ അയാൾക്കൊരു പ്രത്യേക റൂം അല്ലെങ്കിൽ ദാസർ എല്ലാം കൊടുക്കും. ഇവിടെ ഇതെല്ലാം അക്വയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആരാണ്? പിൽഗ്രിംസിന് വേണ്ടിയാണ് കൊടുത്തത്, ക്ഷേത്രത്തിന് വേണ്ടിയല്ല പൈസ കൊടുത്തത്. ക്ഷേത്രത്തിൻ്റെ പിൽഗ്രിം സെൻറ്റേഴ്സിന് വേണ്ടിയാണ്, അല്ല ക്ഷേത്രത്തിനകത്ത് പണി ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്തിട്ടില്ല. ആലോചിക്കണം, പിൽഗ്രിം സെൻറ്റേഴ്സിന് വേണ്ടി കൊടുത്തതാണ്. ഈ പിൽഗ്രിം സെൻറ്റേഴ്സിന് കൊടുത്തതിൻ്റെ ഒരു ചോദ്യം, ഒരു ബാധ്യതയും ചോദിക്കേണ്ടത്, ഇതിലേതെങ്കിലും ഒരു ഡിവോട്ടീസിന് ഈ അവരിയ്ക്കാൻ വേണ്ടി കസേരയോ അവനും മറ്റ് സംവിധാനങ്ങളോടെ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഒരു 75 വയസ്സുള്ള ഒരു അമ്മ, ആന്ധ്രയിൽ നിന്നൊരു അമ്മ, 5 മണിക്കൂർ അവർ ക്യൂ നിന്നപ്പോൾ അവർ ഒരു സ്ഥലം ഈ ക്ഷേത്രത്തിൻ്റെ അങ്ങറ്റത്തെ അവിടെ അവർ ഓട പോലെ കണ്ടപ്പോൾ അവർക്ക് ഡയബറ്റീസിൻ്റെ അസുഖമുള്ളതുകൊണ്ട് അവരറിയാതെ മൂത്രമൊഴിച്ചു. അവരുടെ കൈ കിടന്ന് അപ്പോഴേ തന്നെ വള ഊരി വെച്ചിട്ട് 11,000 രൂപ അടച്ചാണ് ഇവർ ഉടനെ അതിൻ്റെ ശുദ്ധികലശത്തിലേക്ക് പോയത്. ഇതാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരുടെ നിന്ന് വാങ്ങിച്ച പൈസ, അതിൻ്റെ റെസീപ്റ്റ്സ്, അവരുടെ പേര്, ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കോടതി കൊടുത്തിട്ടുണ്ട്. ഒരു ഡിവോട്ടിയുടെ സംഭവിക്കുന്നതാണെന്ന് എൻ്റെ അഫിഡവിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. എൻ്റെ 6ാമത്തെ പ്രയർ അതാണ്, ഡിവോട്ടീസിനോട് കാണിച്ചിട്ടുള്ള ഇത്. അപ്പോൾ ഇതൊക്കെ റേസ് ചെയ്യേണ്ടത് ഞാനല്ല, ഇതൊക്കെ റേസ് ചെയ്യേണ്ടത് ഇവിടുത്തെ പൊതുസമൂഹങ്ങളും ഭക്തജനങ്ങളുമാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇത് ഞാൻ റേസ് ചെയ്ത് ഞാൻ ക്രൂശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എനിക്ക് വേണ്ടി ആരും ഇല്ല എന്നുള്ളതാണ്. ഭക്തർക്ക് വേണ്ടി ഒരുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി നൽകുന്ന ഈ ഫണ്ട് അല്ലെ ഒരുക്കിയിരിക്കുന്ന ഈ സംവിധാനം അപ്പോൾ ആരുടെ കയ്യിലാണ് ഇത്? തുറന്നു പറയുകയാണെങ്കിൽ അത് പോലീസിൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെയും അഡ്മിനിസ്ട്രേഷൻ്റെയും കയ്യിലാണ്. ഇത് ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൈയേറിയിരിക്കുന്നു, മെമ്പേഴ്സ് കൈയേറിയിരിക്കുന്നു, ഓഫീസ് കൈയേറിയിരിക്കുന്നു, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കൈയേറിയിരിക്കുന്നു, പിന്നെ പോലീസിൻ്റെ ആളുകൾക്ക് കൊടുത്തിരിക്കുന്നു. ഓക്കെ, പോലീസിൻ്റെ ആളുകൾ കൊടുത്തിരിക്കുന്നത് അവർക്ക് കൊടുത്ത് അവർ യൂസ് ചെയ്യും. ഇത് ഇവർ കൊടുത്തതാണ്. യഥാർത്ഥത്തിൽ ഈ പടിഞ്ഞാറുണ്ടായിരുന്ന ഓഫീസ് നേരെ എടുത്ത് ഈ ബിൽഡിങ് മുഴുവൻ ഇവർ അക്യൂർ ചെയ്തത്. അതിനുള്ള സംവിധാനം അവിടെ ഉണ്ടായിരുന്നല്ലോ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഈ ആർക്കിയോളജിയും പോസ്റ്റ് ഓഫീസും എല്ലാം നമ്മുടെ അല്ലായിരുന്നു. ഞാൻ ചോദിച്ച സംവിധാനം ഇല്ലാത്ത സ്ഥലമാണോ? ഇവിടെ ഏതൊരു ക്ഷേത്രത്തിനേക്കാൾ സംവിധാനമുള്ള സ്ഥലമായിരുന്നു. അതിനുള്ള എല്ലാം ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ചാനലിൽ നിന്ന് പറഞ്ഞ് കൂടുതൽ വിരോധികളെ, ഇപ്പോൾ 2 ലക്ഷം ശത്രുക്കളുള്ളത് 10 ലക്ഷമായിട്ട് മാറുന്നുള്ളതല്ലാതെ ഇതിൽ അത് സാധാരണ ഭക്തജനങ്ങൾ എന്നോടൊപ്പം അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതല്ല ഇപ്പോൾ കാരണം വെച്ചാൽ ലോകമെമ്പാടുമുള്ള 10,000-കണക്കിന് ഭക്തർ ദിവസം പ്രതി വന്നു പോകുന്ന ഒരു സ്ഥലത്ത് ഒരു ഭക്തന് ലഭിക്കേണ്ട ഒരു സംവിധാനം, അടിസ്ഥാന സൗകര്യം, അത് അവിടുത്തെ ഓഫീസ് സംവിധാനമായി മാറ്റുമ്പോൾ അത് ചെയ്യുന്നത് ഒരു വലിയൊരു ചതിയുടെ ഭാഗമാണ്. മാത്രമല്ല, അതല്ലേ പറഞ്ഞത്, ഈ പാൽക്കടൽ കിടക്കുന്ന ശ്രീപത്മനാഭൻ എന്ന് പറയുന്നത് കണ്ണീർ കടലിലാണ്. ഭക്തജനങ്ങൾ കരയാതെ പോകുന്ന ദിവസം പറയൂ. പ്രായം ചെന്ന നിങ്ങളൊരു കണക്കെടുക്കുമെന്ന് നിങ്ങളൊരു സാധാരണ സിവിലിനെ പോലെ അവിടെ വന്നിട്ട് നിങ്ങൾ നോക്കൂ എത്ര പേർക്കാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതെന്ന്. ഇത് ജീവനക്കാരെ, ഡെയിലി വേഴ്സുകാർ വെളുപ്പിനെ 3:15 കയറുന്ന അവനെ രാത്രി വരെ പണിയിപ്പിച്ച് അവൻ ഫ്രസ്ട്രേറ്റഡായിട്ട് നിൽക്കുന്നത്. അവൻ്റെ മേളിൽ ഇവർ കുതിര കയറുകയാണ്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എടുത്ത് വെച്ച് സസ്പെൻഡ് ചെയ്യാൻ അവന് നാളെ രാവിലെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അവന് വേറെ വഴിയില്ല. ഇവർ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ എടുക്കില്ല. ഇത്രയും 10-15 വർഷമായിട്ട് ജോലി ചെയ്തിട്ടുള്ള ആളുകളെ പെർമനൻ്റ് ചെയ്യില്ല. എന്താ, പൈസ ഇല്ലാത്തതുകൊണ്ടാണോ? അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ എത്ര രൂപയാണ് കൂടുന്നത്? ഇത് മാറി അവിടെയുള്ള സംഘടനകൾ മാറി ഇവർ ചെയ്യില്ല.
അപ്പം ജീവനക്കാർ ഭയപ്പെടുത്തി പേടിപ്പിച്ച് നിർത്തിക്കൊണ്ട് അപ്പോൾ ആലോചിക്കണം 205ഓളം വരുന്ന കഴിഞ്ഞ 3 വർഷം മുമ്പ് 205ഓളം വരുന്ന ഇപ്പോൾ 2 വർഷം മുമ്പ് പെർമനൻറ്റ് സ്റ്റാഫുള്ള സ്ഥലത്തു നിന്നാണ് ഒറ്റയടിക്ക് 96ലേക്ക് പോയത്. എന്നിട്ടും അവർ ആളുകളെ പെർമനൻറ്റ് ചെയ്യാൻ തയ്യാറല്ല. അപ്പം പിന്നെ ജീവനക്കാർക്ക് ഒരു തരത്തിലും ഇവരെ അവരുടെ ഓരോ ദിവസവും എന്താണ് വിചാരിക്കുന്നത്, ഇവർ പറയുന്നത് പട്ടിയെ പോലെ നിന്ന് കേൾക്കുകയാണ്. കാര്യം നാളെ രാവിലെ വരണ്ടെന്ന് പറഞ്ഞാൽ വരണ്ടെന്ന് തന്നെ, നാളെ ഇറക്കി വിട്ടാൽ ഇതിനൊന്നിനും ഒരു മാനദണ്ഡങ്ങൾ ഇവരൊന്നും പാലിക്കില്ല. ഇപ്പം എൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു കാര്യത്തിലെയും അവർ മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല, മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല, സർവീസ് റൂൾസ് അവർ എടുത്തിട്ടില്ല. ഒരു മെഡിക്കൽ ലീവ് കൊടുത്താൽ അതിനെ അവർ ശ്രദ്ധിക്കില്ല. അതായത് എന്തുകൊണ്ട്? അതേസമയം ഞാൻ എത്ര പോക്കെടുത്തിട്ട് അവിടെ കാണിച്ചാലും ഇവർ കാണിക്കുന്ന തെമ്മാടിത്തരത്തിൽ കൂട്ടു നിൽക്കുകയാണെങ്കിൽ എനിക്കവിടെ വളരെ വലിയ ആളായിട്ട് എനിക്കവിടെ വിലസം. ഞാൻ അവിടെ ഡെയിലി വേഴ്സുകാരനോടൊന്നുമില്ല. ഡെയിലി വേഴ്സുകാരനെ പെർമനൻറ്റുകാരനെ ഭരിക്കാം, പെർമനൻറ്റുകാരനെ അവൻ്റെ കീഴ്പ്പെട്ടവരായിട്ട് നിൽക്കുകയും ചെയ്യാം. കാരണം അവിടെ അതാണ്, ഈ പവർ സെൻറ്ററിനോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഈ പറയുന്ന മാനേജർ എന്ന് പറയുന്ന ആൾ, അയാളുടെ മേൽ മുമ്പ് ഒരു FIR ഉണ്ട്. ഇപ്പം വലിയതുറ സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു സ്ത്രീയെ പിടിച്ച് തള്ളി ഉത്സവത്തിന് തള്ളിയിട്ട് അവരെ കാലൊടിഞ്ഞിട്ട് അടുത്ത FIR വീഴാൻ വേണ്ടി പോകുന്നു. ഇയാൾ സർവീസ് 36 വർഷം കഴിഞ്ഞ് സർവീസ് കഴിഞ്ഞ് ഇറങ്ങിയ ആളാണ്. അയാളെ വീണ്ടും കോൺട്രാക്ട് ബേസിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരാൾ ഇറങ്ങിയ ആളെ വീണ്ടും കോൺട്രാക്ട് ബേസിൽ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ മഹേഷിൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. ഇത്തരം തമ്മാടിത്തരത്തിലെ അയാളാണ് ഇപ്പോൾ ഇതിൻ്റെ കസ്റ്റോഡിയനായിട്ട് വന്നിരിക്കുന്നത്. അയാൾ ഇനി അവിടെ ഇരിക്കുന്നിടത്തോളം കാലം അവൻ കേസ് പ്രതിയായിക്കൊണ്ടിരിക്കും, അത് വേറൊരു കാര്യം. പക്ഷേ അയാൾ വീണ്ടും അവിടെ അയാളെ ഇരുത്തേണ്ട ആവശ്യം ഈ മഹേഷിൻ്റെ ആവശ്യമാണ്. കാരണം ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതിലൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട്. ഇതിങ്ങനെ സ്ഥിരമായിട്ട് സാധനം പോവുകയും ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതും ഒക്കെ ഒരുപാട്. പക്ഷേ കാര്യങ്ങളോട് അടുത്ത് പോലീസ് വന്ന് ഇതൊരു വലിയ അന്വേഷണത്തിലേക്ക് വരുമ്പോൾ ഇതൊരു ഡെയിലി വേഴ്സിൻ്റെ തലയിൽ വെച്ചിട്ട് ഇത് പോകും. നിങ്ങൾ കേസ് കൊടുത്തത് നിങ്ങൾ അവിടുത്തെ FIR എടുത്ത് നോക്കൂ. FIRൽ എങ്ങനെയാണ് നിങ്ങൾ ഒറ്റ ചോദ്യമാണ് ചോദിക്കേണ്ടത്. എക്സിക്യൂട്ടീവ് ഓഫീസറല്ലേ പരാതി കൊടുക്കേണ്ടത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച്? അതെങ്ങനെയാണ് ഒരു അനിൽകുമാർ കൊടുത്തത്? അനിൽകുമാർ ആ സെക്ഷനിലെ ആളാണ്. ഇത്രയും വലിയൊരു പ്രശ്നം നടന്നിട്ട് ആ പ്രശ്നത്തിന് കൊണ്ട് കൊടുക്കുന്ന ഒരു സെക്ഷൻ ഹെഡ് കൊണ്ട് കൊടുത്താൽ പറ്റുമോ? അത് ആ ഡിപ്പാർട്ട്മെൻറ്റിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന ആളാരാണ്? CEO. അയാളല്ലേ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറല്ലേ എൻ്റെ പരാതി കൊടുക്കേണ്ടത്. അതിനർത്ഥം ഇവർക്കൊന്നും ഇതിൽ ഇല്ല. അതാണ് അവരപ്പോൾ അതിനെ നല്ല കൃത്യമായിട്ട് മാറ്റുകയാണ്. പിന്നെ ടെൻഡറുകൾ എല്ലാം ഇയാൾക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്. ഇത് പല കാര്യത്തിനകത്തും ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞാണ് വന്നിരിക്കുന്നത്. എന്തിനാണ് ഈ സ്വകാര്യ ജ്വല്ലറിക്ക് ഇത്രയും സാധനം എടുത്തു കൊടുത്തത്? ഇയാൾ നാളെ ആ ജ്വല്ലറി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ സാധനം ഇയാൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഞാൻ ചോദിച്ചത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു ക്ഷേത്രത്തിൽ GST അടയ്ക്കാതെ പണിഷ്മെൻറ്റ് വന്നതാണ്. അപ്പോൾ ഇതെന്താ ഒരു നിയമമായിരുന്നു? നിങ്ങൾ കണ്ടതല്ലേ, ഇത് വാർത്ത കണ്ടതല്ലേ? അപ്പോൾ ഇതൊക്കെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സംഭവിക്കാൻ പാടുണ്ടോ? പത്മനാഭസ്വാമി ക്ഷേത്രം പോലൊരു ക്ഷേത്രത്തിൽ അങ്ങനെ വരാൻ സാധിക്കുമുണ്ടോ? അങ്ങനെ പറ്റുമോ? ഇത്രയും വലിയ സംവിധാനം ഇവർക്കറിയില്ല. ഇത് എന്ത് ഫിനാൻസ് കമ്മിറ്റിയുണ്ട്, ലീഗൽ കമ്മിറ്റിയുണ്ട്, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുണ്ട്, അഡ്വൈസറി കമ്മിറ്റിയുണ്ട്. ഇതിനെല്ലാത്തിനും ഉള്ള സംവിധാനങ്ങളും കമ്മിറ്റിയും അതിനുള്ള സാമ്പത്തികവും ഫണ്ടും ബിഗ് ഷോട്ടുകൾ കൊണ്ട് മറിക്കുകയാണ് പൈസ. എന്ത് വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും ചർച്ച ചെയ്യാതെ ആരുടെ താല്പര്യപ്രകാരമാണ് അപ്പോൾ ഇത് സ്വർണ്ണം എടുത്ത് സ്വകാര്യ ജ്വല്ലറി കൊടുത്തത്? ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മഹേഷ് എന്ന് പറഞ്ഞ ആളിനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് ഇതിനകത്ത് പങ്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല. നേരത്തെ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കകത്ത് കമ്മിറ്റിയിലൂടെ പങ്കെടുത്തിട്ടാണ് ഈ സാധനങ്ങളെല്ലാം എടുത്തു കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള പവറുണ്ടോ? അല്ല, ഇത് പവർ എന്ന് പറയുന്ന കാര്യം മനസ്സിലായില്ലേ? ഇദ്ദേഹത്തിന് മുഴുവൻ തോതിലുള്ള പവർ കൊടുക്കില്ലേ? ഇവരാരും വരുന്നില്ല. ഇവരൊക്കെ കമ്മിറ്റി സമയത്തല്ലേ വരുന്നത്. ബാക്കി ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി ഇയാളെ കൊടുത്ത് ഇരുത്തി വളർത്തി വലുതാക്കി ഒറ്റ ആളുടെ ഒരു ഡിക്റ്റേറ്റർഷിപ്പിൽ കൊണ്ടെത്തിച്ചു. ഒറ്റയ്ക്ക് കൊണ്ടാക്കി വെച്ചതല്ലേ. ഒരു സ്വേച്ഛാധീനതയെ പോലെ വളർന്ന് വന്ന് നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? വേറെ ഒരാൾ ഏതെങ്കിലും തരത്തിൽ മിണ്ടിക്കഴിഞ്ഞാൽ അവനെ കശാപ്പ് ചെയ്യുക. അതാണ് ഉദ്ദേശം. അവിടെ ഒരു സംഘടനയ്ക്ക് സംശയം എല്ലാം കീഴ്പ്പെട്ടവനെ, പിന്നെ ബാക്കിയുള്ളവരെല്ലാം കീഴ്പ്പെട്ടവനെ പോലെ നിൽക്കുന്നു. ഞാൻ പല പോലെ ഇപ്പുറത്ത് മാറി നിൽക്കുന്നു, അതുകൊണ്ട് എന്നെ വളഞ്ഞിട്ട് വെട്ടുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. നേരത്തെ പറഞ്ഞു ഒരു പുനരുദ്ധാരണത്തിൽ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കുക. അല്ല, അതിനെക്കുറിച്ച് ഇതിനെ പറയുന്നത് കടിശർക്കര യോഗത്തിൽ ഒരുപാട് അപാകത വന്നിട്ട് ഇന്ന് ഭഗവാന്റെ ശരീരത്തിലെ കേടുപാടുകൾ, അത് നമ്മളൊരു പൊതുസമൂഹത്തിൻ്റെ അടുത്ത് പറയുന്നില്ല. ഭക്തജനങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ പറയാൻ തയ്യാറല്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക,
വേഴാപ്പറമ്പലിൻ്റെ റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ടുണ്ട്. ഇത് അടിയന്തര സാഹചര്യത്തിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ക്ഷേത്രത്തിൻ്റെ ഡയറ്റിയെ ഒരുപാട്, ഇതെല്ലാം നമ്മുടെ അവിടെ ഒരു വൈബ്രൻ്റായിട്ടൊരു എനർജി ലെവലുള്ളതിനെയാണ് ബാധിക്കുന്നത്. താഴീക്കുടം വെക്കുക എന്ന് പറഞ്ഞാൽ താഴീക്കുടം വെക്കുന്നതിൻ്റെ പ്രാധാന്യം അറിയാമല്ലോ. അപ്പോൾ അതാണെങ്കിൽ ഈ പറയുന്ന പിന്നെ ഭഗവാന്റെ ശരീരത്തിലാണെങ്കിൽ ഈ വന്നിരിക്കുന്ന കേടുപാടുകൾ മുൻകാലങ്ങളിലുള്ള ആ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ എനർജി ലെവലിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഇതെല്ലാം മനസ്സിലാക്കാനും ഈ അസറ്റ്സ് ആൻഡ് വാല്യൂബിൾസ് സംരക്ഷിക്കാനും എല്ലാമായിട്ടാണ് സുപ്രീം കോടതി ഇത്രയും വലിയൊരു ആദ്യത്തെ ഇൻട്രീം കമ്മിറ്റി പോലല്ല, ഒരു പെർമനൻറ്റ്. ഞാൻ ചോദിച്ചോട്ടെ, ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കുക. ഇവിടെ 2 IAS ഉദ്യോഗസ്ഥന്മാർ ഭരിച്ചിരുന്നു, KN സതീഷും രതീശൻ IAS. അവർ രണ്ടുപേരും ഒറ്റയ്ക്കാണ് ഈ ക്ഷേത്രം വളരെ ഭംഗിയായിട്ട് നടന്നത്. ഇന്ന് ഈ കാണുന്ന എല്ലാ സൗധങ്ങളും ഈ രതീശൻ IAS എന്ന് പറഞ്ഞ ഒരാളിരുന്നപ്പോഴാണ് ഈ ക്ഷേത്രം ഇത്രയും വലിയ, അല്ലെങ്കിൽ ഈ 100 കോടി രൂപ ഇവിടെ കിടന്നേനെ. ഇവരെടുക്കാനും പോകുന്നില്ല ഇതില്ല. അപ്പോൾ ഈ 2 IASകാർ ഇരുന്നപ്പം ഈ ക്ഷേത്രത്തിൻ്റെ സുവർണ്ണ കാലഘട്ടമായിരുന്നു, ഈ സുവർണ്ണകാലം. അതുപോലെ ഒരു IASകാരനെ കൊണ്ട് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ തിരിച്ചു എടുക്കാനും കണ്ടുപിടിക്കാനും നഷ്ടപ്പെട്ടു പോയ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനും അതിൻ്റെ റവന്യൂ ആയിട്ടുള്ള ആർക്കിയോളജിയായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കാനും പറ്റുന്ന ഒരു ഓഫീസർ ഒരാളുടെ മതി. ഇതല്ലാതെ ഇവന്മാരെ കൊണ്ട് നമുക്കൊരു മണ്ണുണ്ട്, ഒരു ഉത്സവം ഇവരാണ് നടത്തേണ്ടത്. ആലോചിക്കണം നിങ്ങൾ. അതായത് പൈങ്കുനി നമ്മളും അൽപ്പശി അവരുമാണ്. ഈ അൽപ്പശി അവർ നടത്തുന്നുണ്ടോ നിങ്ങളൊന്ന് അന്വേഷിക്കണം. അതുപോലും ചെയ്യില്ല. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് സൗകര്യം, ഇത് ഞാൻ ഇതാ ഞാൻ പറഞ്ഞു, ഒന്നീ നിങ്ങൾ ഈ വീഡിയോ വൈറലാക്കണം. ഒരു സ്ഥലത്തു നിന്നും അല്ല, നിങ്ങളിത് വേറൊരു ആംഗിളിലേക്ക് ഇത് വൈറലാക്കണം. കാരണം ഇതൊരു ഡാം വീഡിയോ ആണിത്. ഇപ്പം ഞാൻ ഇന്നലെയൊക്കെ ശശിഭൂഷണിനൊക്കെ ചോദിച്ചു, ഞാൻ അവരോട് ഇരുന്ന് സംസാരിച്ചു. പക്ഷേ അതൊന്നും ഞാൻ ഇത്ര പ്ലെയിനായിട്ട് ഇത് വളരെ ക്ലിയർ കട്ടായിട്ട് പറയണം. നേരത്തെ പറഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്ഷേത്രം വക ഭൂമിയുടെ കാര്യം. അതൊക്കെ ഒരു ഭൂമാഫിയകളുടെ കയ്യിൽ പോയി എന്നുള്ള ആരോപണം വന്നാൽ താങ്കൾ നിഷേധിക്കൂ? ഒരിക്കലും നിഷേധിക്കില്ല. എന്തുകൊണ്ട് നിഷേധിക്കുന്നത്? കാര്യം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ബൃഹത് സംവിധാനത്തിൽ ഇതല്ല വസ്തുവകൾ, ഇതൊന്നുമല്ല. ഈ ക്ഷേത്രത്തിനെ ചുറ്റുപറ്റി ഇത് സംരക്ഷിക്കപ്പെടേണ്ട രീതിയിലാണ് അന്ന് ഈ ക്ഷേത്രം നടപ്പിലാക്കി കൊണ്ടുവന്നതുമെല്ലാം. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ വസ്തുവകൾ പോയെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അത് അന്നും ഇന്നും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആദ്യം ഞാൻ ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല ബോർഡുകളും പല കാര്യങ്ങളും ഒക്കെ വെച്ചിരുന്നു. പക്ഷേ ശക്തമായ എതിർപ്പ് 4 സൈഡിൽ നിന്നും എൻ്റെ സംഘടന എല്ലായിടത്തു നിന്നും വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ അതിലേക്ക് കൈയടത്തി പോകാത്ത. കാര്യം എൻ്റെ കയ്യിലൊന്നും നിൽക്കുന്ന കാര്യമില്ല. കാര്യം ഇതിനകത്ത് വില്ലേജ് ഓഫീസർ ഒരുപാട് റവന്യൂ തഹസിൽദാർ എല്ലാവരും ഉൾപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. കരവടച്ച് കയറിപ്പോയ ഭൂമികൾ വരെയുണ്ട്. നമ്മളറിയാതെ ക്ഷേത്രവക ഭൂമികൾ കരവടച്ച് വരെ പോയിട്ടുണ്ട്. അല്ല, എന്നാലും 3000 ഏക്കറോളം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 7 ഏക്കറോളം ഉണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ 7 ഏക്കറോളം ഉണ്ടോ എന്നുള്ളതും സംശയമാണ്. ഇപ്പോഴും ഭൂമി കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കുന്നു. അല്ല, അത് ക്ഷേത്രത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുകൾ എന്ന് പറയുന്നത് ഒരുപാട് സംവിധാനങ്ങളുണ്ടായിരുന്നു. അത് കിഴക്കേ നടയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം എത്രയൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നറിയാം. അത് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാകുന്ന കാര്യമാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് അതിന് തിരിച്ചു പിടിക്കാനോ അല്ലെങ്കിൽ അല്ല, അത് ഞാൻ പറഞ്ഞത്, അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ഗട്ട്സ് ഉള്ള ഒരു ഓഫീസർ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ നമ്മൾ കുറേ ജീവനക്കാർ ഇതൊക്കെ വന്ന് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം വലിയൊരു സംവിധാനത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹം. നമ്മുടെ ഐഡൻറ്റി കാർഡിൻ്റെ പവർ എന്താണ്? നമ്മൾ ക്ഷേത്രം വലുതാകുന്നതനുസരിച്ചല്ല ക്ഷേത്രം. അത് മുൻകാലങ്ങളിലുള്ള ജീവനക്കാർക്കും ഇപ്പോഴത്തെ ജീവനക്കാർക്കും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വൈകാരികമായ ആ ക്ഷേത്രത്തിൽ 1 വർഷം തൊഴുന്ന ഒരാൾക്ക് പത്മനാഭസ്വാമിയോടുള്ള ഇത്. പിന്നെ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അവന് എപ്പോഴും ഭഗവാന്റെ കാര്യം ആലോചിച്ചിട്ടുണ്ട് എത്ര തവണ കഷ്ടപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവനെ സംബന്ധിച്ച് ഈ ക്ഷേത്രത്തിൽ ഒരു നല്ല ഒരു ആർഡൻ്റ് അഡമൻ്റായിട്ടുള്ള ഒരു ഓഫീസർ വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വരുന്നതെല്ലാം ഈ 2 IASകാർ ഇരുന്നപ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇവർ എടുത്തിട്ടുള്ളത്, നേരത്തെ ഇരുന്ന സുരേഷ് കുമാർ ആണെങ്കിലും ഇപ്പോൾ ഇരുന്ന മഹേഷ് ആണെങ്കിലും ഇവരൊന്നും ഒരു ബോൾഡ് ഓഫീസേഴ്സ് മാത്രമല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന ആൾ കുറച്ച് വളരെ ഈ ക്ഷേത്രത്തിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ട് തീരെഴുതി കൊടുക്കുന്ന രീതിയിലാണ് ഇത് കൊണ്ടുപോകുന്നത്. നേരത്തെ പറഞ്ഞു കച്ചവട താല്പര്യത്തിലേക്ക് ക്ഷേത്രത്തിനെ മാറ്റുന്നു എന്ന് പറയുന്നു. അതിനൊന്ന് കുറച്ചൊന്ന് വിശദമായിട്ടൊന്ന് പറയാം. അല്ല, ഈ കാര്യം ഇപ്പോൾ പൂജയുടെ കാര്യം നോക്കിയാലും നമ്മുടെ ക്ഷേത്രത്തിലെ ഏതൊരു കാര്യം എടുത്താലും ഇതെല്ലാം. ഇപ്പം ഉദയാസ്തമന പൂജ, ഒരു ഉദയാസ്തമന പൂജ സ്ഥലത്ത് ഇന്നിപ്പോൾ 5 ഉദയാസ്തമന പൂജ, സുവർണ ദർശനം 5 എണ്ണം. ഇപ്പം എത്ര വേണോ എടുക്കുക ഇങ്ങനെ. അപ്പം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 5 പേരുടെ അവർക്ക് കൃത്യമായിട്ടുള്ള ദർശനം, അവർക്ക് കൃത്യമായിട്ട് സാധനങ്ങൾ പൂജാ കാര്യങ്ങൾ, അവരുടെ
പ്രസാദങ്ങളോ ഒന്നും കൃത്യമായിട്ട് കൊടുക്കാനോ ഒന്നും അത് ഒരു സ്ഥലത്ത് നിന്ന് എന്തിനാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കച്ചവടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ പൂജകളുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഏതൊരു കാര്യത്തിൽ അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെടുത്താലും അത് ഒരു കച്ചവട രംഗത്തിൽ നിർത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ. എങ്ങനെയെങ്കിലും പൈസ ക്ഷേത്രത്തിലേക്ക് വരണം. പക്ഷേ ഈ വരുമാനം വരുത്താനായിട്ട് ഒന്നും ആരും ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവിടെ വരുന്ന ബിഗ് ഷോട്ടുകൾ ഓരോരുത്തരും എത്ര വേണോ, നിങ്ങൾക്ക് എന്താണ് ആവശ്യമാണെന്ന് പറയുന്നത്, കൺസർവേഷൻ ഫണ്ടിലേക്ക് നിങ്ങൾക്ക് ഫണ്ട് വേണോ, അല്ലെ എന്താണ് കാര്യം. ഇന്നാണ് ഇപ്പം കുറേ പേർക്ക് ഒരു അവിശ്വാസം വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ളൊരു ഭരണ സംവിധാനത്തിന് പണം കൊണ്ട് കൊടുത്താൽ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടാണ്. അല്ല, ഈ ക്ഷേത്രത്തിന് ചുറ്റിപ്പറ്റി തന്നെ മറ്റു ചില ഇതുണ്ടായിരുന്നല്ലോ, അതായത് കല്യാണ മണ്ഡപം അല്ലാതെ ഇതെല്ലാം ഈ ക്ഷേത്രത്തിന് അനുബന്ധമായി ഉണ്ടായിരുന്ന സാധനങ്ങൾ. ഇതിന്റെ വരുമാനം ക്ഷേത്രത്തിലേക്ക് വരുന്നില്ല. ഇല്ല, ഇതിൻ്റെ വരുമാനം ട്രസ്റ്റിലേക്കാണ് പോകുന്നത്. ആ ട്രസ്റ്റിൽ നിന്നുമുള്ള ഒരു ഇടപെടലും ഇവിടെ ക്ഷേത്രത്തിലേക്കില്ല. ട്രസ്റ്റിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ അതിന് രണ്ട് എൻറ്റിറ്റി ആയിട്ടാണ് പോകണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നും ഒരു ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ബിലോങ്സ് ടു ടെമ്പിളാണ്. അതെ. അപ്പം അത് ടെമ്പിളിൽ പൈസ സാമ്പത്തികം ഉണ്ടാക്കി കൊടുത്ത് ടെമ്പിളിൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയാണ് ട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ അങ്ങനെ അല്ല എന്നുള്ളതാണ്. ഈ ട്രസ്റ്റിന്റെ വരുമാനം എല്ലാം ഒരു കുടുംബത്തിന്റെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നു എന്ന ആരോപണം ഉയർന്നു. ട്രസ്റ്റിന്റെ കാര്യങ്ങൾക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടാണ്. ഈ ട്രസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കൊട്ടാരം തന്നെയല്ലേ? അവിടുത്തെ ഒരു അത് തന്നെയാണ് കിഴക്കേട ട്രസ്റ്റ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതെന്തുകൊണ്ടാണ് അതൊന്ന് വിമർശിക്കപ്പെടാതെ പോകുന്നതും അല്ലെങ്കിൽ അതിലേക്കുള്ള അല്ല, അങ്ങോട്ടൊന്നും ആരും എത്തിപ്പെടാൻ നോക്കിയില്ല. അത്തരം കേസുകൾക്ക് ഒരു വലിയ സിവിൽ മാറ്ററിലേക്കൊക്കെ പോകാനായിട്ട് അത്രയും വലിയ ഒരു ആളുകൾ ആരും അതിന് ഇറങ്ങി തിരിച്ചില്ലെന്നുള്ളതാണ് കഷ്ടം. ഇത് ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും സംഘടനകളെ ഏറ്റെടുത്ത് ഈ വിഷയങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഇത് ഏറ്റെടുക്കേണ്ടതാണ് എങ്കിൽ അതൊന്നും ആരും അങ്ങോട്ട് കൈയടത്തിയിട്ടില്ല, ആ ഭാഗത്തോട്ട് എടുത്തിട്ടില്ല. ഇപ്പോൾ അതൊക്കെ പണ്ടൊരു ഗോശാല ട്രസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അതിലറിയാമല്ലോ പിന്നെ എന്താ സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിലും കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പൈസ എവിടെ പോയി? അതിലാരൊക്കെ ഉണ്ടായിരുന്നു? നിങ്ങൾ തന്നെ അന്വേഷിച്ച് നോക്കൂ. അപ്പോൾ ആ ഗോശാല ട്രസ്റ്റിൽ അവസാനം എന്ത് സംഭവിച്ചു? ആ പശുക്കളുടെ കാര്യങ്ങളും ഒക്കെ പുറത്തു വന്ന കാര്യമല്ലേ. അപ്പോൾ ഈ ട്രസ്റ്റ് എങ്ങനെ ഇങ്ങനെ രൂപീകരിക്കും? ഇപ്പോൾ ആ ഗോശാലയുടെ അവസ്ഥ എന്താ? ഇപ്പോൾ നമ്മുടെ ഗോശാല ഉണ്ടല്ലോ, നമുക്ക് ഗോശാലയുണ്ട്. ഗോശാല അത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നടക്കുന്നത്. അല്ല, ഇവര് കുറച്ച് ആൾക്കാർ വന്നത് ഏറ്റെടുത്തൊരു ഗോശാല ഉണ്ട്. അതല്ല, അത് ആ ഗോശാലയാണ് പിന്നെ തകർന്നു പോയി. അതെല്ലാം മാറ്റി. മാത്രമല്ല അതിൽ പക്ഷേ പിരിച്ച കുറേ കാശുകളുണ്ട്. ആ ഗോശാലയുടെ ആ പൈസയൊക്കെ കൊണ്ടുപോയി എന്നറിയില്ല. ആൾക്കാർ ഞാൻ ആ ഭാഗത്തോട്ട് പോകാറില്ല. ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രമേ കാര്യമില്ല നിൽക്കുള്ളൂ. അല്ല, 6-ാം തമ്പുരാനിൽ പറയുന്ന പോലെ ഞാനും സുഭദ്രയും ചേട്ടനും അടങ്ങുന്ന ഒരു ട്രസ്റ്റ് ആണോ ആ ട്രസ്റ്റ് എന്ന് ചോദിച്ചെന്നുള്ളത്. അങ്ങനെ തന്നെയാണ് ആ ട്രസ്റ്റ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാനത് ചോദ്യം പാടില്ല. പിന്നെ വേറെ നമ്മളിപ്പോൾ ക്ഷേത്രത്തിലെ അനീതിക്കെതിരെയും ഭക്തജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി പൊരുത്തുന്ന ഒരാളെന്ന നിലയിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ പിൽഗ്രിമിന്റെ ഒരു ആവശ്യം, അതിനുവേണ്ടി താങ്കൾ എന്ത് പോരാട്ടമാണ് ഇനി മുന്നോട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത്? ആദ്യം ഞാൻ സുഗമമായ ഒരു ദർശന സൗകര്യം അവിടെ ഉണ്ടാക്കി കൊടുക്കാനാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അതായത് ക്ഷേത്രത്തിൽ വരുന്ന പല സാധാരണക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സാധാരണക്കാരായിട്ട് വന്നിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് ആർക്കും സുതാര്യമായൊരു ദർശനം കിട്ടുന്നില്ല. അത് ദർശന സൗകര്യം വെച്ചിരിക്കുന്ന സ്ഥലവും ശരിയല്ല. ഇവർ ഇപ്പം വർഷാർച്ചന ഒരാൾ 10,000 രൂപ കൊടുത്തെടുക്കുന്ന വർഷാർച്ചനക്കാണ്, അവർക്ക് കൃത്യമായിട്ട് തൊഴാനായിട്ട് പറ്റുന്നില്ല. എൻ്റെ പേരിൽ വലിയ പരാതി കിട്ടുന്നുണ്ട്, പരാതി വരുന്നുമുണ്ട് അത്. അപ്പം ഇതുപോലെ അവിടെ എങ്കിൽ സാധാരണ അതല്ലാത്ത ആളുകൾക്ക് ചില പ്രത്യേക കോൺടാക്റ്റിനെ പുറത്ത് നല്ല ദർശനം കിട്ടുകയും ചെയ്യും. അപ്പം നമുക്കതല്ലല്ലോ. പെട്ടെന്ന് ഇപ്പം നോക്കൂ, പല ക്ഷേത്രങ്ങളും നോക്കൂ, പെട്ടെന്ന് വന്ന് അവർക്ക് കിഴക്കിടെ വന്ന് തൊഴുത് പോകാനുള്ള അത്രയും വലിയൊരു സംവിധാനം അതിനകത്ത് കിടക്കുകയില്ലേ. ഇത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് ഒരു പ്രത്യേക രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണോ വന്ന് തൊഴാം. അപ്പം ദർശനം പിൽഗ്രിംസിന് സുഗമമായ ദർശനം അത് ഏത് സ്റ്റേറ്റിൽ നിന്ന് വരെ. ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കേരള സ്റ്റേറ്റിൽ നിന്ന് പുറത്തുള്ള ആളുകളാണ്, നോർത്ത് ഇന്ത്യൻസാണ് വെയിറ്റ്. കാര്യം ഇതിപ്പോൾ അറിഞ്ഞു തുടങ്ങിയിട്ടുള്ള കൂടുതലും പുറത്തോട്ടാണ്. അവിടെയുള്ള ജ്യോത്സ്യന്മാർ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടോ എന്താണെങ്കിലും ഈ ക്ഷേത്രം അവിടെ നിന്നാണ് ഇങ്ങോട്ട് ആളുകളുടെ ഭയങ്കരമായിട്ടുള്ള ഒരു തിരക്ക് റഷ് വരുന്നത്. അപ്പോൾ ഇവിടെ ആചാരപരമായ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇപ്പം അതിനൊന്നും ശരിക്കും പറഞ്ഞ ആളുകളില്ല. നമ്മളൊരു 3-4 ഗൈഡുമാർ മാത്രമാണുള്ളത്. ശരിക്കും ഒരു ഇൻഫർമേഷൻ സെൻറ്റേഴ്സ് വേണം, 4 സൈഡിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് കാര്യങ്ങൾ വേണം. ഇതൊന്നും ഇല്ലാതെ കുറേ ലോക്കലായിട്ടുള്ള കുറേ ആളുകൾ ഇതൊരു കച്ചവട കേന്ദ്രമാക്കി മാറ്റി. കിഴക്കേ എന്നാണ് നിങ്ങൾ നോക്കൂ, ഓട്ടോക്കാർ ഇവർ ഇതെല്ലാം ഒരു കച്ചവട കേന്ദ്രമുണ്ട്. ഒരു ബസ്സിൽ വരുന്ന ആൾക്ക് മൊത്തത്തിലൊരു വില പറഞ്ഞ് എന്നിട്ട് അതിനെ
അകത്തുള്ളവരും ഈ കുറേ ആളുകൾ ഇത് വെച്ച് മാർക്കറ്റ് ജീവിക്കുന്നത് ചെറിയ പൈസയ്ക്കല്ല. അപ്പോൾ ഒരു ഭക്തജനം അവിടേക്ക് വന്നാൽ അവനെ മുഴുവനായിട്ടും പിഴിഞ്ഞ് അവന് എങ്കിൽ നല്ല രീതിയിൽ അവന് എത്ര പരാതികൾ അവിടെ വന്നു, കള്ള റെസിപ്റ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും മോണിറ്റർ ഇതുപോലെ തന്നെ മുണ്ട് കൊടുക്കുന്നത്, മുണ്ട് പല ആളുകളും പല രീതിയിലും എടുക്കുന്നത്. നമ്മുടെ ടെമ്പിള് പണ്ട് നടത്തിക്കൊണ്ട് ടെൻഡർ അവസാനിപ്പിച്ച് ക്ഷേത്രം ഏറ്റെടുത്ത് മുണ്ട് കൊടുക്കുമ്പോഴാണ് ഈ 4 സൈഡിലും ചില വീടുകളിലും അവിടെ ഇവിടെ ആയിട്ടൊക്കെ നിർത്തി കൊടുക്കുന്നത്. അത് നിർത്തലാക്കാൻ ഇവർക്ക് എന്തുകൊണ്ട് പറ്റാൻ? ഇവർക്ക് എത്ര നേരം വേണം? ഇവർക്ക് എന്താ സംവിധാനമില്ലേ? അപ്പോൾ ഇതിലൊന്നും കൈയടത്തതില്ല. ഇത് മാസത്തിൽ 2 ദിവസം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി എടുത്തിട്ട് എന്ത് ബോൾഡായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇവർ എടുക്കുന്നത്? കഴിയുന്നില്ലെന്നുള്ളതാണ് ഇവർ സത്യം. ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ വരുമാന സ്ഥിതി എങ്ങനെയുണ്ട്? വരുമാനം വളരെ വലിയ വരുമാനമാണ്, നല്ല വരുമാനമുണ്ട്. ഓഡിറ്റബിൾ ആണോ എല്ലാം? അതൊക്കെ ഓഡിറ്റബിൾ ആണ്. അതെ അതെ, വരവും ചെലവ് കണക്കുകളെല്ലാം കൃത്യമായി അതൊക്കെ കൃത്യമായിട്ട് വരുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അതിനുള്ള സംവിധാനം, അതിനുള്ള ഫിനാൻസിൽ ഒരു സീനിയറായിട്ടുള്ള ഒരു ഫിനാൻസ് ഓഫീസറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി താങ്കളുടെ ഇപ്പോൾ ഇത് ഇത്രയും പറഞ്ഞു എങ്കിലും താങ്കളുടെ മനസ്സിൽ ഇനി ഇപ്പോഴും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു? ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞത് പിൽഗ്രിംസിൻ്റെ അവിടെ വരുന്ന ഡിവോട്ടീസിന് നല്ല ദർശനം കൊടുക്കുക എന്നുള്ള എൻ്റെ ആദ്യത്തെ ഒരു മനസ്സിൻ്റെ ഇത്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. രണ്ടാമത്തെ ഒരു കാര്യം ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് താഴികക്കുടം വെക്കുക. താഴ്വാരത്തിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്തെന്ന് പറയുന്നു. അതിൻ്റെ ആ കടിശർക്കര യോഗം തീർക്കുക. ഈ പുനഃപ്രതിഷ്ഠ ഇതിൻ്റെ നടക്കുക, ഭിക്ഷുസേന നടത്തുക. അത് വെക്കുമ്പോൾ തന്നെ ക്ഷേത്രത്തിന് ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾക്ക് സമാധാനം വരുമെന്നാണ്. ഇതിപ്പോൾ അവിടെ എത്ര ആര് വിചാരിച്ചാലും സമാധാനം കിട്ടാത്തൊരു അന്തരീക്ഷത്തിൽ എന്നും പത്മനാഭസ്വാമി ക്ഷേത്രം ഓരോ വിഷയങ്ങളിലൂടെ അപകീർത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണ് പ്രാധാന്യം. പിന്നെ അവിടെ ഡെയിലി വേജസുകാർ ഒരുപാട് ആളുകൾ 15ഉം 20ഉം വർഷമായിട്ട് ജോലിയിട്ട് അവരെ പെർമനൻ്റ് ആക്കാതെ കഷ്ടപ്പെടുത്തുന്ന ഒരു ഇത് അവിടെ നടക്കുന്നുണ്ട്. അതിന് ഒരു മൊത്തത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം, ഇത് പരിഹാരം നടത്താൻ ഇവർക്ക് ഏതാണ്ട് 1 ദിവസത്തെ സമയം മതി. അതിലോട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മനഃപൂർവ്വം ചെയ്യാത്തതാണ്. എത്രയോ ജീവനക്കാർ കോടതിയിൽ പോയിട്ട് കോടതിയിൽ ഇതൊന്നും കൊണ്ടെത്തിക്കാൻ പറ്റില്ല. ഇവിടെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇവിടെ ഒരു ജുഡീഷ്യറി ഉള്ളതുകൊണ്ട് ആർക്കും കോടതിയിൽ പോകാൻ പറ്റില്ല. ഇപ്പം ഞാൻ പോയത് അത് വേറൊരു റൂട്ടിലൂടെ, അത് ഒരു സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ളേക്ക് പബ്ലിക് ലിറ്റിഗേഷൻ കാണിച്ച് പബ്ലിക്കിൻ്റെ വിഷയം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് അതിനെ വേറെ ചില കാര്യങ്ങളിലൂടെ കാണിച്ച് അങ്ങനെ കയറി വന്നുകൊണ്ടാണ് ഈ കോടതിയിൽ. ഇപ്പോൾ അറിയാലോ, ഹൈക്കോടതിയിൽ നമ്മൾ ഒരു റിട്ട് ഫയൽ ചെയ്ത് അകത്ത് കയറണമെങ്കിൽ തന്നെ എത്ര സ്ക്രൂട്ടൈസും കഴിയണമെന്ന് അറിയാമല്ലോ. അപ്പോൾ അവർ സാധാരണ കാര്യത്തിൽ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഹൈക്കോടതിയിൽ പ്രത്യേകിച്ച് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച് എടുക്കുമ്പോൾ അവരാദ്യം നോക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആരാണ് ഇരിക്കുന്നതെന്ന്, പത്മനാഭസ്വാമി ക്ഷേത്രം ഏത് സംവിധാനത്തിലാണെന്ന് നോക്കും. പിന്നെ ഇവരുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിൽ വന്നൊരു ഭീകരാന്തരീക്ഷം കൂടെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു വലിയ കള്ളത്തരം പറയാൻ പറ്റുന്നൊരു സ്റ്റാൻഡിംഗ് കൗൺസിലിനെ വെച്ചിട്ടുണ്ട്. ലോക കള്ളത്തരമാണ് അയാൾ പറയുന്നത് മുഴുവൻ. അപ്പോൾ തുടക്കത്തിലെ ഇരിക്കുന്ന ജഡ്ജിയെ വളരെ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറയും. അപ്പം അതൊക്കെ ഇവർക്ക് കിട്ടിയ ഒരു വലിയ നേട്ടമാണ്. അപ്പോൾ ആർക്കും കോടതിയിൽ പോകാൻ പറ്റില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുണ്ട്. അതിലിപ്പോൾ മാറിയത് ഞാൻ കേസ് കൊടുത്തതിന് ശേഷമാണ് ആദ്യമായിട്ട് ഇവർ കേസിൻ്റെ കാര്യത്തിൽ ഭയപ്പെട്ടത് അങ്ങനെയാണ്. അത് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാലും കോടതിയിൽ നിരന്തരം ഗൂഗിളിൽ അടിച്ചു നോക്കിയാലും അറിയാൻ പറ്റും എന്താണ് കേസ് നടന്നുള്ളത്. പക്ഷേ അതിലും കോടതി പറഞ്ഞിരിക്കുന്നത് ഇവരിപ്പോഴും അനുസരിക്കാതാണ്. കോടതി പറയുന്ന അനുസരിക്കാതെ കേൾക്കാതെ കോർട്ട് കണ്ടംപ്റ്റായിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എനിക്ക് മേളിലെടുത്തിട്ടുള്ളത്. അത് ഞാൻ ലീഗൽ ഫൈറ്റ്, ഞാൻ നിയമം മാത്രം നോക്കിക്കൊണ്ട് പോകണം, നിയമത്തിനെ മാത്രം പിടിച്ചുകൊണ്ട് നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾസ് കണ്ടെത്തി അതിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള പല ജഡ്ജ്മെൻറ്റ്സും നോക്കി. ഇതിപ്പോൾ കേരള സ്റ്റേറ്റിൽ മാത്രമല്ലല്ലോ, ഈ പറഞ്ഞ രാജകുടുംബമാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഉള്ളത്. പല സ്റ്റേറ്റിലും ഉണ്ട്, പല സ്ഥലത്തും ഉണ്ട്. അവിടെയെല്ലാം തീരുമാനങ്ങൾ അതാത് സ്ഥലത്തെ കോടതികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ മനസ്സിലാക്കി വെൽ സ്റ്റഡീഡായിട്ട് എൻ്റെ അഡ്വക്കേറ്റ്സ് പാനൽ ഓഫ് അഡ്വക്കേറ്റ്സുമായിട്ട് നിരന്തരം ചർച്ചയിലൂടെ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കി തന്നെയാണ് ഇതിൽ മുന്നോട്ട് പോകുന്നത്. അതിലെന്തായാലും ഞാനൊരു വളരെ ശുഭപ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരെയും ഭയപ്പെടുന്നില്ല, ആരും ഇല്ല, ഈ കാര്യത്തിലെല്ലാം ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ട് ഇതും കൂടെ ഒന്ന് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ ഈ ജീവനക്കാരുടെ കാര്യത്തിലൂടെ ജീവനക്കാർക്കും ആർക്കും പോകാൻ പറ്റാത്ത ദിവസമാണ്. കാര്യം ഇതിപ്പോൾ നോക്കൂ, പത്മനാഭസ്വാമി ക്ഷേത്രം വിവരാവകാശത്തിൻ്റെ അണ്ടറിലാണെന്ന് ചോദിച്ചാൽ അല്ല. നിങ്ങളിപ്പോൾ ഒരു കാര്യം എഴുതി ചോദിച്ചോളൂ, അവർ പറഞ്ഞാൽ വിവരാവകാശത്തിൻ്റെ അണ്ടറിലല്ല. ശരി, വിജിലൻസിൽ എടുക്കില്ല, ക്രൈം ബ്രാഞ്ചിൽ എടുക്കില്ല. എന്ത് ഇതാണ്? ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവിയൽ പരുവത്തിലുള്ളൊരു അവസ്ഥ ഉണ്ടാക്കി. അപ്പോൾ ആരും പോകില്ല. അപ്പം ഇത് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ അങ്ങനൊന്നും അല്ല.
ഇതാരും ഒരാൾ ലീഗൽ വിവരാവകാശത്തിൻ്റെ അണ്ടറിൽ തന്നെയാണ്. അത് അങ്ങനെ ഇവർക്ക് കൊടുക്കേണ്ടി വരും. പക്ഷേ ഒരാൾ മെനക്കെട്ട് ഇതിനു വേണ്ടി ഇറങ്ങണം. നമ്മൾ ഇറങ്ങിയതുപോലെ ഞാനിപ്പോൾ ഇറങ്ങി നിൽക്കുന്ന പോലെ നിൽക്കാൻ ആരും തയ്യാറല്ല. ഇപ്പം ഞാൻ ഇറങ്ങി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ശ്രീ പത്മനാഭസ്വാമിയും മാത്രമാണ് എൻ്റെ മനസ്സിൽ. ഞാൻ ഇതിനകത്ത് എൻ്റെ ഒരു നിയോഗമായിട്ട് കണക്കാക്കിക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭഗവാൻ തന്നിരിക്കുന്ന എൻ്റെ ഒരു കടമയായിട്ട് നിർവഹിച്ചുകൊണ്ട് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ നാളെ വരാൻ പോകുന്ന ഒരു നന്മ, ഇങ്ങനൊരു എന്നെക്കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ എനിക്കത് ജീവിതത്തിലെ എൻ്റെ വലിയൊരു കടമ നിർവഹിക്കുന്നു. അതനുസരിച്ച് ഭഗവാൻ എനിക്ക് തരുന്ന സർവേശ്വരൻ്റെ ഭാഗ്യവും ഭക്തജനങ്ങളുടെ എൻ്റെ കണ്ണീരൊപ്പാൻ പറ്റുന്നെങ്കിൽ അതെൻ്റെ വലിയ പുണ്യമായിട്ട് കരുതിക്കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത്. അങ്ങനെ മാത്രമേ ഇതിനകത്ത് ചിന്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ചിക്കൻ ബിരിയാണിയുടെ വിഷയത്തിലാണെങ്കിലും ഇതിലെല്ലാം ഞാൻ അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഈ ജീവനക്കാരുടെ കാര്യത്തിലൂടെ ഒരു തീരുമാനമായാൽ ഒരുപക്ഷെ ശ്രീ പത്മനാഭ സംശയം യഥേഷ്ടപ്പെട്ട പ്രശ്നങ്ങൾ മാറ്റും. ആദ്യം വേണ്ടത് ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ അവസാനമായി കോടതിയോട് ചോദിച്ചിരിക്കുന്ന ഒരു ജുഡീഷ്യൽ എൻക്വയറി അല്ലെങ്കിൽ ഒരു CBI എൻക്വയറി. അതായത് ഇന്ന് വരെ നഷ്ടപ്പെട്ടതും ഇതിൻ്റെ ഇടയിൽ പോയിട്ടുള്ള സാധനങ്ങൾ, അതായത് ഈ പറഞ്ഞ 4 സാധനം പോകുമ്പോഴാണ് ഒന്ന് പറയുന്നത്. ഒരു സാധനം പോയിട്ട് ഒരു സാധനം തിരിച്ചു കയറുകയല്ല. നോക്കൂ, 3 സാധനം പോയിട്ട് അതിലൊരു സാധനം തിരിച്ച് കയറ്റിവിടാം. ഇത് ഒരു കോൺസ്പിറസി നടന്നതിൻ്റെ ഭാഗത്ത് അങ്ങനെ സംഭവിച്ചൂടെ? ഞാൻ ചോദിച്ചത് ഒരു സാധാരണക്കാരൻ്റെ ഒരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ഡിവോട്ടിയുടെ സംശയമാണ്. ഒരു കോൺസ്പിറസി അവിടെ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ തമ്മിലുണ്ടായിട്ട് 3 സാധനങ്ങൾ പോയിട്ട് ഒരു സാധനം മാത്രമായിട്ട് തിരിച്ചു വരാം. മറ്റേ 2 സാധനം ഇതുവഴി പോകും. ഈ സാധനത്തിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഒരു കാര്യത്തിൻ്റെ മേളിലെങ്കിലും എൻക്വയറി വേണം എന്ന് പറയും. ഓരോ കാര്യത്തിലും ഇത് നേരത്തെ ഒരു സാധനം പോയപ്പോൾ എൻക്വയറി എടുത്തില്ലായിരുന്നു, നടപടി എടുത്തിരുന്നെങ്കിൽ ഇതാർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. എനിക്കും പറ്റില്ല, ആർക്കും പറ്റില്ല. പരാതി കൊടുത്തിട്ടില്ലവർ. പരാതി എന്ന് മുതലാണ് കൊടുക്കാൻ തുടങ്ങിയത്? ഇതെല്ലാം കോടതിയുടെ പരിധി എത്തിയതിന് ശേഷമാണ് ഉരുളി പോയെന്നുണ്ട്. ഉരുളി അമക്കാൻ നോക്കിയതാണ് ഇവർ. ഉരുളി ബബ്ലു ശങ്കർ അറിഞ്ഞു, വേറെ ആളുകൾ അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് ഉരുളിയുടെ പേരിൽ പരാതി കൊടുക്കാനായിട്ട് പോയത്. പോലീസ് കണ്ടുപിടിച്ചു. പോലീസ് 3 ദിവസത്തിനകത്ത് DCP കൺട്രോൾ റൂമിൽ അവരെ വളരെ ശക്തമായിട്ട് നോക്കി CCTV കൂടെ പരിശോധിച്ചു. പോലീസ് പോയി പിടിച്ചെടുത്തുകൊണ്ട് വന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തേതും. ഈ പരാതിയിൽ ഇദ്ദേഹം കൊടുക്കാതെ കൊടുത്തു. എങ്കിലും പരാതി കൊടുത്തുകൊണ്ടാണല്ലോ വന്നത്. മുൻകാലങ്ങളിൽ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല? ഇത് വളരെ വ്യക്തമാണ്. പരാതി കൊടുക്കാത്ത സാധനങ്ങൾ തിരിച്ചു വന്നിട്ടില്ല. പരാതി കൊടുക്കാത്ത സാധനങ്ങൾ തിരിച്ചു വന്നിട്ടില്ല. തിരിച്ചു വരാത്ത സാധനങ്ങൾ ഇവരുണ്ടാക്കി വെച്ചിട്ടുമുണ്ട്. തിരിച്ചു വല്ലാത്ത സാധനം ഇവരുണ്ടാക്കി വെക്കുകയും ചെയ്തു. ഇതിലെ ഒരു കാര്യം മതിയല്ലോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേണ്ട. ഈ പൂവട്ടക എന്ന് പറഞ്ഞ സാധനത്തിനെ ഇവർ റീപ്ലേസ് ചെയ്ത് എങ്ങനെയാണെന്ന് മാത്രം ചോദിച്ചാൽ മതി. അങ്ങനെ നിലവറയിൽ നിന്ന് ഒരു ചെയർമാൻ്റെ അധ്യക്ഷതയിൽ നിന്ന് തുറക്കുകയും അടയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തു നിന്ന് 22 എണ്ണത്തിൽ 21 മാത്രം. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് ഞാൻ റേസ് ചെയ്ത ഇഷ്യൂ ആണെന്ന് വിചാരിക്കരുത്. രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഈ കൺസേൺ സെക്ഷനിലുള്ള ആളാണ് എഴുതി കൊടുത്തത്. ഉത്സവത്തിനോടനുബന്ധിച്ച് 22 എണ്ണം എടുത്തതിൽ ഉത്സവത്തിന് ശേഷം തിരിച്ചു വെച്ചപ്പോൾ 21 എണ്ണമേ കാണാൻ സാധിച്ചിട്ടുള്ളൂ. 1 നഷ്ടപ്പെട്ടു. ഇത് ഞാനല്ല പറഞ്ഞത്. ആ സെക്ഷനിലെ മുതൽപ്പടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് ഗാർഡ് കമാൻഡർ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ശ്രീകാര്യം പറഞ്ഞിട്ടുള്ളത്. ഓരോ സാധനങ്ങളും അതാത് സെക്ഷൻ ഹെഡിൻ്റെ ലെറ്ററാണ് ഞാൻ വെച്ചിരിക്കുന്നത്. 600 വർഷത്തോളം പഴക്കമില്ല. ഏതാ? 600 വർഷത്തോളം പഴക്കമുണ്ട്. ഈ റീപ്ലേസ് ചെയ്തതിന് അത്രയും പഴക്കമുണ്ടോ? റീപ്ലേസ് ചെയ്തതിന് എങ്ങനെ പഴക്കം വരും? റീപ്ലേസ് ചെയ്ത് ഇന്നലെ പോയി തമിഴ്നാട്ടിൽ എടുത്ത് വെക്കുന്നതിന് എങ്ങനെ പഴക്കം വരും? അത് അവരങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത് ഏതൊരു സാധനവും കിട്ടുന്ന സമയത്ത് ഇപ്പോഴും നിങ്ങൾ പറയുന്നത് ഇത് എങ്ങനെ വന്നു, ഇത് എങ്ങനെ കിട്ടി, ഈ കിട്ടിയ സാധനം അതാണോ? അത് ആരൊക്കെയാണ് നോക്കിയത്? ഇപ്പം അതേ സാധനം ഇത് തൂക്കത്തിലും വെയിറ്റിലും ഇതെല്ലാം നോക്കിയിട്ടാണോ? ഇതെല്ലാം ഭക്തജനങ്ങളുടെ സംശയങ്ങളെല്ലാം സംശയം ദൂരീകരിക്കണ്ടേ? അതിനൊരു അന്വേഷണം വരണ്ടേ? എവിടുന്നെങ്കിലും ഒരു ഉന്നതതല അന്വേഷണം വരണ്ടേ? ഇതിൻ്റെയൊക്കെ മേളിൽ ഒന്നാണേ കുഴപ്പമില്ല. ദ സെയിം തിങ് ഒരു 3 മാസത്തിലൊരിക്കൽ ഈ പ്രാക്ടീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഏതാ അല്ല, അത് നമുക്ക് കാണാൻ സാധിക്കുന്ന സാധനം. ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം പുറമേ വാർത്തയിൽ പറയുന്നതല്ലേ? കിട്ടി, ഇത് ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു. ഉരുളി തിരിച്ചു വന്നിട്ട് ഉരുളിയുടെ കാര്യത്തിൽ തിരിച്ചു വന്ന് കൊണ്ട് കയറ്റി. ഇപ്പോൾ അവിടെ നിങ്ങൾ നാളെ രാവിലെ തൊഴാൻ പറയണം, ആ ഉരുളി അവിടെ നിവേദ്യപാത്രം വെച്ചിട്ടുണ്ടോ, അതിന് പകരം എന്താ വെച്ചിട്ടുണ്ടോ നോക്ക്. അതിനെടുത്ത് പോയി അതെവിടെ വെക്കാത്തെ? പേടിയോ? അതിന് ആരെയാ ഭയപ്പെടുന്നത്? കൃത്യമായ മൂല്യം അറിയാവുന്ന ഒരാൾ അപ്പോൾ അതവിടെ വെക്കുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചത്, ഇതൊക്കെ എന്തിനാണ് ഇവർ ഇത് മൂല്യനിർണ്ണയം നടത്തുക? ഇതെന്താണെങ്കിലും ഇത്തരം കാര്യങ്ങൾ തിരിച്ചു വരുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി നിർത്തിയിട്ട് വേണം ഇത് കേട്ടേണ്ടത്.
ഞാൻ പറഞ്ഞത് ഉരുളി തിരിച്ചു വന്നപ്പോൾ ഭക്തജനങ്ങളെ മൊത്തം വിളിച്ചു കൂട്ടി അവിടെ നിന്ന് പുറത്തു നിന്ന് ഇതിൻ്റെ കൺസേൺഡ് ആളെ വിളിച്ചു നിർത്തി പരസ്യപ്പെടുത്തിയിട്ടല്ലേ തിരിച്ചു കയറ്റേണ്ടത്. ഇത് ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇതൊരു പൊതു സ്വത്തായിട്ടുള്ള ഒരു സാധനമല്ലേ അല്ലേ? ബിക്കോസ് എന്തുകൊണ്ടാണ് വി ആർ കളക്ടിങ് ദ മണി ഫ്രം ദ പബ്ലിക് ആസ് കാണിക്ക. നമ്മൾ കാണിക്കായിട്ട് പൈസ വാങ്ങിക്കുകയാണ് പബ്ലിക്കിൻ്റെ നിന്ന്. പബ്ലിക്കിനോട് പറഞ്ഞേ പറ്റുള്ളൂ. 2.5 കോടി രൂപ ഒരു മാസം കിട്ടിയില്ലേ? ഉത്തരം പറയണ്ടേ പബ്ലിക്കിനോട്? കാണിക്കാനത്ത് 2.5 കോടി രൂപ മാത്രമേ കിട്ടുന്നു. അത് അത്രേ അതിന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പൂജയുടെ കാര്യത്തിലല്ല പറഞ്ഞത്. പായസത്തിലും മേനിയിലും പൂജയിലും ഒക്കെ ഒരുപാട് കോടിക്കണക്ക് അതൊക്കെ ഉണ്ടാവും. ഇപ്പം അതല്ല കൺസർവേഷൻ ഫണ്ടിൽ അല്ലാതെ ഫണ്ടുകൾ 4 സൈഡിൽ നിന്നും പലരും കൊടുക്കുന്നുണ്ട്. പല രീതിയിൽ വരുന്നുണ്ട്. എങ്ങനെ വേണോ അതിനകത്ത് പണം വരുന്നതിന് ഒരു ഒഴുക്ക് അത് സാധാരണ ക്ഷേത്രമല്ലല്ലോ. എന്ത് വേണമെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ ഇന്ന് കാണിച്ചിട്ട് നരസിംഹസ്വാമിയുടെ മേൽക്കൂരിക്ക് ഇത്ര വേണമെന്ന് ഞാൻ അപ്പം തരും. സാധാരണ ആളുകളല്ലല്ലോ അവിടെ ഫേസ് ചെയ്യുന്നത്. ഇപ്പം 10 ജെറ്റുള്ളവൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ വരുന്ന ആളുകളൊക്കെ ഒരു പരിധിയിലില്ലാത്ത ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വേണ്ട സാധനങ്ങളൊക്കെ ഭഗവാന് കൊണ്ട് തരാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. ഭഗവാന് അതല്ലല്ലോ പറയുന്നത്. ഇതിനെല്ലാത്തിനും ഇനിയും നാളെയും വരാനുണ്ട്. ആദ്യം നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടല്ലേ ഇതെല്ലാം കൂടെ വാങ്ങിക്കണ്ടേ. ഇതിങ്ങനെ വാങ്ങിച്ചു കൂട്ടി ഒരു സൈഡിൽ കൂടെ എന്താ പിന്നെ ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ട് ഒരു സൈഡിൽ പൊത്തയും കൂടി ഇട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ താങ്കൾ പറഞ്ഞു വരുന്നത് പ്രകാരം നമ്മുടെ ഈ ക്ഷേത്രത്തിൽ പുരാതനമായി ഉണ്ടായിരുന്ന വർഷങ്ങൾ പഴക്കമുള്ള പല സാധനങ്ങളുടെയും ഡ്യൂപ്ലിക്കേറ്റ് ആകാം അവിടെ ഇരിക്കുന്നു. അല്ല, ഒരുപാട് സാധനങ്ങളുടെ അല്ല. ഇതിപ്പം എൻ്റെ അറിവിലുള്ള സാധനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരു അന്വേഷണം, വലിയൊരു അന്വേഷണത്തിൽ നിങ്ങളുടെ മാധ്യമങ്ങൾ ഇതിനെ വാരിച്ചൊരിഞ്ഞ് ഇതിനെ വലിയൊരു ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊരു അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരും. ഭക്തജനങ്ങളുടെ ഇത് ഭയം മാറട്ടെ. ആദ്യം മാധ്യമങ്ങൾക്കും ഈ ഭക്തജനങ്ങൾക്കുള്ള ഭയം മാറ്റുക. ക്ഷേത്രം നമ്മുടെയാണെന്ന് മനസ്സിലാക്കുക. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നും പിന്നെ സെൻട്രലിൽ നിന്നും ഒക്കെ പണം വാങ്ങിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. പബ്ലിക്കിൻ്റെ നിന്നും പൈസ വാങ്ങിക്കുന്നുണ്ട്. അപ്പം ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, പോലീസിന് പൈസ കൊടുക്കുന്ന സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ട്, സെൻട്രലിൽ പൈസ കൊടുക്കുന്നുണ്ട്. സെൻട്രലിൽ പ്രധാനമന്ത്രി 100 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. പബ്ലിക്കിൻ്റെ നിന്ന് പൈസ വാങ്ങിക്കുന്നുണ്ട്. ആരെയാണ് ഭയപ്പെടുന്നത്? നമുക്ക് നിന്ന് ചോദിക്കുന്നതിന് ആരെ പിടിച്ചതിക്ക് ആരുടെ പേര് സുപ്രീം കോടതി എന്ത് വേണോ പറയട്ടെ. എന്തിനാണ് ഈ കോടതിയുടെ പേരൊക്കെ പറഞ്ഞത്? ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പം ഇത് നമ്മുടെ പൊതുസ്വത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയുടെ വലിയൊരു ഭാരതത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത്രയും വലിയ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ്. ഇത്രയും ഭക്തജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ്. രാവിലെ കയറി വരുന്നവനെ രാത്രി വരെ തൊഴാതിരിക്കാൻ പറ്റുന്ന എന്തെല്ലാം അവിടെ കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പം ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയണം. 1 ആണോ 2 ആണോ നിങ്ങൾ ഈ പറഞ്ഞ 3 ആണോ, ഇതെല്ലാം ഒരു അന്വേഷണത്തിന് പരിധി. അപ്പോൾ അത് ഭയം മാറ്റിയിട്ട് നിങ്ങളെല്ലാവരും ഫ്രണ്ടിലേക്ക് വരിക. നിങ്ങളിത് വാർത്തകൾ കൊടുക്കുക. നിങ്ങൾ ചോദ്യങ്ങൾ നിങ്ങൾ ഉന്നയിക്കുക. സാധാരണക്കാരന് ഇപ്പോഴും അവിടെ ദർശനം കിട്ടാതെ പോകുന്ന അവസ്ഥ ഇപ്പോഴും ഉണ്ട്. അത് സാധാരണക്കാരെ ആരും പിടിച്ചു വെക്കുന്നില്ല. അത്രയ്ക്ക് ക്ഷേത്രത്തിലേക്ക് അനിയന്ത്രിതമായ തിരക്കുണ്ട്. അനിയന്ത്രിതമായ തിരക്കുള്ളപ്പം ഈ ക്ഷേത്രത്തിനുള്ള സ്ഥലവുമുണ്ട്, വിസ്തൃതിയുണ്ട്. അതിനെ ഒന്ന് ചാനലൈസ് ചെയ്യാൻ ആരുമില്ല. എന്താ വിഷയമെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട് അവിടെ. എന്ത് സംവിധാനമാണ് ഇല്ലാത്തത്? നമ്മൾക്കുള്ള പോലെ ശിവേലിപ്പുര എവിടെ ഉണ്ട്? ഇരിക്കാൻ നല്ല സ്ഥലമാണ്. ഇത് ഭക്തജനങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണ്. ആദ്യത്തെ കഷ്ടപ്പാട് ആചാരത്തിൻ്റെ പേരും പറഞ്ഞാണ്. അങ്ങനെ കയറാൻ പറ്റില്ല, ഇങ്ങനെ കയറാം. ഇതൊക്കെ ആര് പറഞ്ഞിട്ടാണ്? ഇതിനെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരാൾ നിന്നിരുന്നപ്പോൾ ഇതിനൊന്നും പ്രശ്നമില്ലായിരുന്നല്ലോ. ഒരു IAS കാരൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവരിതൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യില്ലേ? ഈ കഴിഞ്ഞ വർഷത്തെ ലക്ഷദ്വീപം എത്ര ഭംഗിയായിട്ടാണ് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ലക്ഷദ്വീപം പുറത്ത് കൊണ്ടുവന്ന് നടത്തിയത്. ഇത് അകത്ത് കടന്നുകൊണ്ടുവന്ന സാധനമല്ലേ. പുറത്തേക്ക് കൊണ്ടുവന്ന് സ്റ്റേജ് കൊണ്ടുവന്ന് സെൻട്രൽ ടൂറിസം എടുക്കുന്ന രീതിയിൽ ഒരു ലക്ഷദ്വീപം കൊണ്ടുവന്ന ഒരു IAS കാരനുണ്ടായിരുന്നു. നേരത്തെ ഒരു IAS കാരനുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഭക്തജനങ്ങളെല്ലാം തൊഴുത ഇതിപ്പോൾ അങ്ങനെയല്ലോ. ഇവർക്ക് തന്നെ അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എങ്കിൽ ശരി, ഇവരാരുമായിട്ടെങ്കിലും ചർച്ച ചെയ്യണം. ഒന്ന് ഈ പൊതുജനങ്ങളായിട്ട് ആ നാട്ടിലുള്ള നാട്ടുകാരെ വിളിച്ച് കൂട്ടിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കണം. വർഷാർച്ചനക്കാരനെ ഒരു പ്രാവശ്യം വിളിക്കണം. എത്ര മണ്ഡപങ്ങൾ കിടക്കുന്നു, എവിടെയെല്ലാം വെച്ച് മീറ്റിംഗ് നടത്താം, എത്ര കല്യാണ മണ്ഡപങ്ങൾ കിടക്കുന്നു, ക്ഷേത്രത്തിനകത്ത് മണ്ഡപങ്ങളില്ലേ? ഇതല്ല. ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറിന് തലയിലെടുത്ത് കൊടുത്തിട്ട് ഇവരെല്ലാം അങ്ങ് പോവുകയാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർ കിടന്ന് അയാളുടെ ഇഷ്ടത്തിനുള്ള പുതിയ വിളയാട്ടം അയാളവിടെ കിടന്ന് കളിക്കുകയാണ്. അയാൾ എന്താ ചെയ്യുന്നത്? അയാൾക്ക് ഇഷ്ടമുള്ള കാര്യം, അയാൾ ഏകപക്ഷീയമായിട്ട് ഭരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, അയാളൊരു പവർ സെൻറ്റർ ഉണ്ടാക്കിയിട്ട് അയാൾക്ക് വേണ്ടപ്പെട്ടവരെ 4 സൈഡിൽ നിർത്തിയിട്ട് അയാൾ കാണിക്കുകയാണ്.
അതുകൊണ്ടല്ലേ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ക്ഷേത്രത്തിനോട് ചേർന്നിരിക്കുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ നോൺ വെജിറ്റേറിയൻ ഉപയോഗിച്ചതും ഇന്ന് ക്ഷേത്രത്തിന് എത്ര ആയിരം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അറിയുന്നത് കുറച്ച് പ്രശ്നങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഉത്സവത്തിനും അല്ലാതെയൊക്കെ നടന്നിട്ടുള്ള എത്ര പ്രശ്നങ്ങളുണ്ട്. ഈ ഉത്സവത്തിന് എത്ര പ്രശ്നം നടന്നു, കഴിഞ്ഞ ഉത്സവത്തിന് എന്തെല്ലാം വിഷയങ്ങൾ നടന്നു. ഇപ്പോഴത്തെ ഉത്സവത്തിന് നടന്നതിൽ ഒരു കേസ് പെൻഡിങ്, ഇതാ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വലിയ സ്റ്റേഷനിൽ വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം. എന്തായാലും ക്ഷേത്രത്തിനെതിരെ നടക്കുന്ന അനീതിക്കെതിരെയും പോരാടുന്ന നിയമ പോരാട്ടത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരും. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. കാരണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ വീണ്ടും വന്ന് തുറന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ എനിക്ക് എൻ്റേതായ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് എങ്കിലും അങ്ങനെ വന്നാലും കുഴപ്പമില്ല. നമ്മൾ ക്ഷേത്രത്തിന് വേണ്ടിയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളെ എല്ലാ രീതിയിലുള്ള സംരക്ഷണം ഉണ്ടാകുമെന്ന് വെച്ചിട്ട് മാത്രമാണ് പറയുന്നത്. മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെടുന്നതിനും എല്ലാത്തിനും ഒരു അന്വേഷണം വരണം. അതെൻ്റെ നിയോഗമായിട്ട് കരുതിക്കൊണ്ട് പറയാണ്. അതുകൊണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ തുറന്നാണ് ഞാൻ സംസാരിച്ചത്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. എല്ലാവിധ സഹകരണം ഉണ്ടാവും. ശരി, നമസ്കാരം.